ഭരതവാക്യം ജി ശങ്കരപ്പിള്ള. അംഗം 1. സമയം രാത്രി. തെരുവുവിളക്ക് കത്തുന്നു. നടന്റെ മുറിയിൽ വെളിച്ചമില്ല. വെളിയിൽ നിന്നും വീഴുന്ന പ്രകാശത്തിൽ സദസ്സിന് പുറംതിരിഞ്ഞ് കൈകൾ കൊണ്ട് മുഖം താങ്ങി ഇരിക്കുന്ന മിത്രത്തിന്റെ രൂപം അവ്യക്തമായി കാണാം. ദൂരെ എവിടെ നിന്നോ വാഹനങ്ങളുടെ ശബ്ദം, ബഹളം, തെരുവിന്റെ ജനത്തിരക്ക് സൃഷ്ടിക്കുന്ന ശബ്ദവൈവിധ്യം അവ്യക്തമായി ഹരിച്ചെത്തുന്നതൊഴിച്ചാൽ അവിടെ മറ്റൊരു ശബ്ദവുമില്ല. അകലെ കാണുന്ന ക്ലോക്ക് ടവറിൽ മണി 12 അടിക്കുന്നു. ഇടിമുരളും പോലെ ഒരു വാദ്യശബ്ദം. അതിൻ്റെ പശ്ചാത്തലത്തിൽ രാത്രിഞ്ചരന്മാർ, രാത്രിയിൽ സഞ്ചരിക്കുന്നവർ ഓരോരുത്തരായി പ്രവേശിക്കുന്നു. അവർ മുഖാവരണം അണിഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ അപവാദത്തിൻ്റെ അടയാളങ്ങൾ മുഖാവരണത്തിലോ വേഷത്തിലോ വരുത്തിയാൽ നന്ന്. കാരണം അവർ അതാണ്. ജനൽ കർട്ടനുകൾക്ക് പിന്നിലും വാതിൽ പഴുതുകളിലും മറഞ്ഞു നിന്ന് അന്യജീവിത രഹസ്യങ്ങൾ ചൂഴ്ന്നു നോക്കുന്നവർ. അവർ കൂട്ടമായി വന്ന് നടന്റെ വാതിലിന് സമീപം ചെവിയോർത്ത് ശ്രദ്ധിക്കുന്നു. പിന്നീട് നിഴലുകളായി മാറി പ്രത്യേക പോസുകളിൽ നിൽക്കുന്നു. ഒരാൾ മാത്രം ഡോം ലൈറ്റിൽ ചാരിയും വഴിവിളക്കിൽ. ദൂരെ ഒരു ബസ് വന്നു നിന്നു. പുറപ്പെട്ടു പോകുന്ന ഒച്ച, ആരോ നടന്നു വരുന്ന ചെരുപ്പിൻ്റെ ശബ്ദം, അതുമാത്രം കേൾക്കാം. അത്ര നിശബ്ദത. നടൻ വരുന്നു. അയാൾ ആരെയും കാണുന്നില്ല. വിളക്കുകാലിനടുത്തെത്തുമ്പോൾ സ്വന്തം വാച്ചിലേക്ക് തിരിഞ്ഞ് ക്ലോക്കിനെയും നോക്കുന്നു. പിന്നെ നടൻ മുറിയുടെ വാതിൽക്കലെത്തി. പൂട്ടു തുറന്ന് അകത്ത് കിടക്കുന്നു. ലൈറ്റ് ഇടുന്നു. മിത്രം തിരിഞ്ഞു നോക്കുന്നു. നടന്റെ മിത്രം എന്ന കഥാപാത്രം. നടനാകട്ടെ അതും അറിയുന്നില്ല. കയ്യിലിരുന്ന ബ്രീഫ് കേസ് വലിച്ചെറിഞ്ഞ് ഒരു കസേരയിൽ സർവത്ര ക്ഷീണിതൻ എന്ന പോലെ വീഴുന്നു. മുറി പ്രകാശിതമാകുമ്പോൾ തെരുവ് ഇരുട്ടിൽ. രാത്രിഞ്ചരർ നിശ്ചലരായി നിൽക്കുന്നത് മുറിയിൽ നിന്നും വീഴുന്ന വെളിച്ചത്തിൽ കാണാം. മിത്രം എണീറ്റ് കണ്ണാടിയുടെ അടുത്ത് ചെന്ന്, ഹലോ ഹലോ, മിണ്ടുകില്ലേ? എൻ്റെ സാന്നിധ്യം, സഹായം വേണ്ടേ? നടൻ നോക്കാതെ, എനിക്ക് വേണ്ടത് സ്വൈരം. ഞാൻ നിന്റെ മിത്രമല്ലേ? റൂംമേറ്റ്? നിനക്ക് സ്വൈരം തരുന്നവൻ അല്ല. കഷ്ടം. അതെ, എന്നോടൊപ്പം കഴിയുന്ന നീ പോലും എൻ്റെ അസ്വാസ്ഥ്യം വർദ്ധിപ്പിക്കുകയല്ലാതെ. ഓർത്തു നോക്കൂ, നമ്മുടെ ഭൂതകാലം ആ നാശത്തെ കൊണ്ട് ചുടു. ശപിച്ചതുകൊണ്ടായോ? ആ ഭൂതകാലം നിഴലുകൾ പോലെ മുന്നിൽ വന്ന് നിൽക്കുകയല്ലേ, ഭയപ്പെടുത്തുന്ന മുഖാവരണങ്ങളുമായി. ഈ മുറിക്കകത്ത് വരരുത്. ആ നിഴലുകളും അവയുടെ വികൃതമായ രേഖകളും ഒന്നും എനിക്ക് മതിയായി. അവയെ ആട്ടി ഓടിക്കാനെങ്കിലും ഞാൻ വേണ്ടേ? വേണ്ട. പാവം. പുല്ലുകൾ കൊണ്ടും ഉപകാരമുണ്ടാവും. തൻ്റെ പല്ലുകൾ തേക്കാൻ കൊള്ളാം എന്നാണ് കവിവാക്യം. ഷേ, കിടന്ന് കൂവാതിരിക്കെ. നീ ആരാണ്? ഞാൻ. നീ തന്നെ ഉച്ചഭാഷിണിയോ? അല്ല. ഉത്തരം, ചോദ്യത്തിന് തക്ക ഉത്തരം. എനിക്കോ നിനക്കോ? ആർക്കാണ് ഭ്രാന്ത്? നിനക്കായിരിക്കുകയില്ല. നിശ്ചയം എനിക്കുമായിരിക്കുകയില്ല. പിന്നെ പ്രപഞ്ചത്തിനോ? വയ്യാതില്ല. നീയും ഞാനും ഈ മുറിയും തെരുവും അതിൽ പതുങ്ങി നിൽക്കുന്ന നിഴലുകളുമായാൽ ഒരു പ്രപഞ്ചമായി. എന്തെളുപ്പം. ഓരോരുത്തനും ഓരോ പ്രപഞ്ചം. ഓരോരുത്തനും അതിൻ്റെ വിധികർത്താവ്, ചക്രവർത്തി. അന്ധനായ കൗരവ പിതാവിനെപ്പോലെ ഞാൻ, നമ്മൾ. അതിലും പങ്ക് കച്ചവടമോ? പങ്കല്ല, പാതിയും ചേർന്നാൽ മുഴുവനാകും. പപ്പാതി. രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടില്ലേ, പശു വിളിക്കുന്നത് ഹംബാ ഹംബാ എന്ന്. എല്ലാം അഹം. ആ തോല് ഊറക്കിട്ട് ഒറ്റത്തമ്പുരു നാരുകളാക്കി തട്ടിയാൽ അതിൽ നിന്നും പൊങ്ങുന്ന ശബ്ദമോ തും തും, നീ നീ. ഞാൻ ആശ്രമശിഷ്യനായി നടന്ന കാലം, എന്തെല്ലാം വേഷങ്ങൾ, പരിണാമങ്ങൾ. ഇന്ന് വേഷമേത്, സത്യമേത് നിശ്ചയമില്ലാതെ ഞാൻ കുഴങ്ങുന്നു. നാം അടുക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ നീയാകുന്നു. ഇത് വേദവാക്യമല്ല, മിത്രവാക്യം. ഛേ, ഇതെന്തൊരു നാശം. മുഴുവൻ നീ പറയണ്ട. മുഴുമിപ്പിക്കുന്നത് എൻ്റെ കൃത്യം. സംശയമുണ്ടോ? വരൂ ഈ കണ്ണാടിക്കരികിൽ. പാതിരാത്രിക്കിരുന്ന് ഞാൻ എന്തിനി
ഈ നാശമെല്ലാം? സഹവാസ ഗുണം. വരൂ, ഇതാ നോക്കൂ. ഇതിൽ നീ കാണുന്നത് എന്താണ്? എന്റെ കണ്ണിന് എനിക്ക് തെളിച്ച് കാണാൻ വയ്യ. നിന്റെ പ്രതിച്ഛായ തെളിയുന്നില്ലേ എന്റെ രൂപം? എനിക്ക് കണ്ണു തുറിച്ച് നോക്കാൻ വയ്യ. എന്റെ കണ്ണുകൾ. ഡോക്ടർ രക്ഷയില്ലെന്ന് പറഞ്ഞു ഇല്ലേ? പയ്യെ പയ്യെ ഇന്നുള്ള കാഴ്ചയും തിരസ്കരണി കൊണ്ട് മൂടുമെന്ന് ഓർമ്മിപ്പിക്കാതെ. നാടകസംഘം നിനക്ക് സലാം പറഞ്ഞു. കണ്ണില്ലാത്തവൻ എങ്ങനെ നടിക്കും, എങ്ങനെ നടക്കും? അങ്ങനെ അവസാനമായി നീ ഇന്ന് ചമയമണിഞ്ഞു, അഭിനയിച്ചു. അണിയറയിൽ വേഷമഴിച്ചപ്പോൾ നീ പൊട്ടിക്കരഞ്ഞു. അവർ നിന്നെ പൊള്ളയായ ആശ്വാസവാക്കുകൾ ഉരുവിട്ട് ഈ തെരുവ് മുക്കിൽ ഇറക്കി വിട്ടിട്ട് പോയി. നീയും നിന്റെ നിഴലും മാത്രം ബാക്കിയായി. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അറിയാതെ പറ്റുമോ? നിന്റെ ഏകമിത്രം ഞാനാകുമ്പോൾ കഴിഞ്ഞു. ജീവിതത്തിൽ പല വേഷങ്ങൾ കെട്ടി, ഒന്നും എന്നെ തൃപ്തനാക്കിയില്ല. ഒടുവിൽ ഈ വേദിയിൽ ഞാൻ എന്നെ കണ്ടെത്തി. ഇന്ന് അതുമില്ലാതായി. ആവശ്യം കഴിഞ്ഞ ഒരു രംഗസാമഗ്രി പോലെ ഞാൻ വലിച്ചെറിയപ്പെട്ടു. എനിക്ക് കണ്ണുണ്ടായിരുന്നപ്പോൾ ഓരോ നാടകം കഴിയുമ്പോഴും 1000 കണ്ണുകൾ എൻ്റെ മേൽ പതിച്ചിരുന്നു, അസൂയയുടെയും ആരാധനയുടെയും. ഇന്നെൻ്റെ കാഴ്ച നശിച്ചപ്പോൾ, അവസാന തിരശീല വീട് ഞാൻ പൊയ്കുമുഖം അഴിച്ചപ്പോൾ ആരും നീയും ഉണ്ടായില്ല. അബദ്ധം. നിനക്ക് തോൽവി പറ്റുമ്പോഴൊക്കെ ഒരു കൈക്കുഞ്ഞിനെ പോലെ നീ അശരണനായിട്ടുള്ളപ്പോൾ, കയ്യിൽ നിന്നും വഴുതിപ്പോയ ജീവിതത്തെ ഓർത്ത് നീ വാവിട്ട് കരഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ പലതവണ അതുണ്ടായി. അപ്പോഴൊക്കെ അന്ധകാരത്തിൽ ഘനശ്യാമ പരപ്പിൽ ഒരു ക്ഷീരപദം പോലെ വന്നതാരാണ്? ഓർത്തു നോക്ക്. എനിക്കൊന്നിനും വയ്യ. ഞാൻ ജഡമായി കഴിഞ്ഞു. ഈ മരവിപ്പ് എൻ്റെ മൂർധാവിനെയും ഗ്രസിച്ചെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഓർക്കാനും നിനക്കെന്റെ സഹായം വേണം. അന്നൊരിക്കൽ നീ ഒരു ബാലനായിരുന്നപ്പോൾ, അമ്മയുടെ വാത്സല്യം തേനരുവി പോലെ നിന്നെ തഴുകി നിന്ന കാലത്ത്, അങ്ങകലെ ഒരു വെളിച്ചം കയറാത്ത അറയിൽ, എരിയുന്ന ചന്ദനത്തിരിയുടെയും സാമ്പ്രാണിയുടെയും ധൂമം നിറഞ്ഞ അന്തരീക്ഷത്തിൽ, എൻ്റെ വീട്, ഞാൻ മറന്ന എൻ്റെ വീട്, വർഷങ്ങൾക്ക് ശേഷം ഞാൻ പടിയിറങ്ങിയ എൻ്റെ വീട്, നീ തളർന്നു കിടക്കുകയായിരുന്നു. നിന്റെ കണ്ണുകൾ പാതി വിടർന്നിരുന്നെങ്കിലും പനി കൊണ്ട് നീ ഒന്നും കണ്ടിരുന്നില്ല. സജലങ്ങളായ 2 വൃദ്ധ നേത്രങ്ങൾ നിന്റെ മുഖത്തോട് അടുക്കുന്നുണ്ടായിരുന്നു. അവയൊഴുക്കിയ നിശബ്ദ കണ്ണീർ കണങ്ങൾ നിന്റെ ചൂട് പിടിച്ച കവിളുകളിൽ വീണ് വറ്റി. അങ്ങനെ പാതി മരിച്ച് നീ കിടന്നപ്പോൾ ഞാൻ വന്നു. പഴകി ദ്രവിച്ച ഓലമേച്ചിലിന്റെ അനേകം സുഷിരങ്ങളിൽ കൂടി അരിച്ചു വീഴുന്ന സൂര്യരശ്മികളുടെ അകമ്പടിയോടെ നീ എന്നെ ആലിംഗനം ചെയ്തു. നമ്മൾ സല്ലപിച്ചു, നീ രസിച്ചു, നീ ചിരിച്ചു. നിന്നെ ഞാൻ കാടുകളിലേക്കും മേഘമാർഗത്തിലേക്കും കൊണ്ടുപോയി. കൂടാതെ കാട്ടുതെച്ചിപ്പഴം പറിച്ചു തിന്ന് ആമ്പൽക്കുളത്തിൽ നീരാടി നാം ആടുകൾ മേച്ച് മേടുകളിൽ ഒളിച്ചു നടന്നു. ഇടയന്റെ പുല്ലാങ്കുഴൽ കേട്ടു. ഞാൻ പോകുമ്പോൾ നിനക്ക് പനി വിട്ടിരുന്നു. പുതുമഴ കഴിഞ്ഞ വെളിച്ചം പോലെ അമ്മ മന്ദഹസിച്ചിരുന്നു. നടൻ തിടുക്കത്തിൽ മുറിക്കകമാകെ തിരഞ്ഞ്, എവിടെ ആ പടം, എവിടെ? പാവം, വിളക്കൂതിക്കിടത്തിയിട്ട് നിഴല് തിരയുന്ന കളിക്കുഞ്ഞ്. ഞാൻ അതൊന്ന് കണ്ടുകൊള്ളട്ടെ. എന്തിന്? എൻ്റെ അമ്മയുടെ ചിത്രം. കണ്ണുകളിലെ വെളിച്ചം നശിച്ച് ഞാൻ അന്ധനാകും മുമ്പ് ദയവ് ചെയ്ത് കണ്ടെങ്കിൽ എടുത്തു തരൂ. മിത്രം പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ചില്ലിട്ട ചിത്രം എടുത്തു കൊടുക്കുന്നു. നടൻ ആവേശത്തോടെ അത് മേടിച്ചു നോക്കുന്നു. മിത്രം, പിന്നീട് ഞാൻ വന്നത് അന്നാണ്, ആ അമ്മയുടെ ശവദാഹം കഴിഞ്ഞ്. ഞാനതിന് പോയില്ല. എന്നെ പഠിപ്പിക്കണ്ട, അറിയാം, നിനക്കറിയാത്തതുകൂടി അറിയാം. മരണക്കിടക്കയിലും നഷ്ടപ്പെട്ട മകനെ തേടി ആ കണ്ണുകൾ ഉഴറി നടന്നു. ഓരോ നിഴലിനെയും അത് നോക്കി. മറ്റു മക്കളെല്ലാം ചുറ്റിലും നിന്നിട്ടും കാണാത്ത മോനെ ചൊല്ലി ആ കണ്ഠം ഇടറി. ഞാൻ എങ്ങനെ പോകും? ഉരിയരിക്ക് വകയും തേടി തന്റെ ഇടത്തോടെ തിരിച്ചെത്തുമെന്ന് വീരവാദം മുഴക്കിയിറങ്ങിയ ഞാൻ നിസ്വനായി ഒഴിഞ്ഞ കയ്യുമായി എന്തിനു പോകുന്നു? ആരെ കാണാൻ? നീ അന്ന് മദ്യപിച്ചു, നിറയെ കുടിച്ചു. നാടകം തീർന്നിട്ടേ ഞാനത് അറിഞ്ഞുള്ളൂ, എന്നെ അറിയിച്ചുള്ളൂ. പിന്നെ ബോധം വീണത് അറിയാം, ഞാൻ അടുത്തുണ്ടായിരുന്നു. കള്ളം, പച്ചക്കള്ളം. ഏതോ വാടകമുറിയിലെ എണ്ണമഴുക്കു വീണ തലയണയും കെട്ടിപ്പിടിച്ച് ഞാൻ കരയുകയായിരുന്നു, ആരും കൂട്ടിനില്ലാതെ. ഞാൻ നിന്നെ അന്നും കൊണ്ടുപോയി.
നിസ്വനായിട്ടല്ല, സമ്പന്നനായിട്ട്, അനേകം പരിവാരങ്ങളോടെ. നിന്നെ കാണാൻ മരിച്ച അമ്മ പോലും കണ്ണു തുറന്നു. നീ പണം വാരി വാരി വിതറിയെറിഞ്ഞു. ബന്ധുവർഗം പ്രഭുമന്ദിരത്തിലെ അടിമകളെപ്പോലെ അവ വാരിയെടുക്കാൻ കലശൽ കൂട്ടി. നീ പൊട്ടിച്ചിരിച്ചു. ദിഗന്ധഭേദിയായ അട്ടഹാസം. നീ എണീറ്റു. നീ മുറി തുറന്നു. നീ നിശ്ചയം ചെയ്തു. നീയായിരുന്നു അത്? ഇന്നും ഞാൻ വന്നിരിക്കുന്നു. മിത്രമേ, ഉടപ്പിറപ്പേ, വരൂ. വേദനകളുടെ നീർക്കയത്തിൽ താമരനൂലുകളിൽ പെട്ടുഴലാതെ പുറത്തു വരൂ. വന്നാൽ ഭൂമിയിൽ ദുഃഖിക്കുന്നവർക്ക് സമാധാനം. എന്തെന്നാൽ എന്റെ രംഗമണ്ഡപം മധിതന്റെ കുടിലിൽ, മതിക്കുന്നവന്റെ കൊട്ടാരത്തിലല്ല. 40 വർഷം ഒരു ഉരുളൻ കല്ല് പോലെ ജീവിച്ചു. ഞാൻ എന്ത് നേടി? ജീവിതാനുഭവം. ഒരു പഴഞ്ചാക്ക് പോലത്തെ ഈ ശരീരം, നീറിപ്പിടിക്കുന്ന കുറെ ഓർമ്മകളും. ഓട്ടക്കൈയിലെ വെള്ളം പോലെ എല്ലാ ശക്തിയും ചോർന്നു ചോർന്നു പോയി. ഇനി ഒരന്ധനായി, അന്യന്റെ ദയക്കും പരിഹാസത്തിനും പാത്രമായി ഭിക്ഷയ്ക്കിരുന്നും എന്റെ പ്രപഞ്ചം കടലാസുകോട്ട അരക്കില്ല. അതിന് തീ കൊളുത്തണം. കത്തി എരിഞ്ഞുയരുന്നത് കണ്ട് അട്ടഹസിക്കണം. ആർത്ത് തൊണ്ട കീറും വരെ ഈ ഭൂമുഖത്ത് നിന്നും ഞാനെന്ന അസ്തിത്വത്തെ മായ്ച്ചു കളയണം. തെരുവിലെ നിഴൽ രൂപ രാത്രിഞ്ചരന്മാർ ഈ പൊട്ടിത്തെറിക്കലിൽ വാതിൽപ്പടിയുടെ അവിടെ വന്ന് എത്തി നോക്കുന്നു. അവർ ആനന്ദത്തിന്റെ ചേഷ്ടകൾ കാട്ടുന്നു. അതൊന്നും കാണാതെ പിന്തിരിഞ്ഞ് കണ്ണാടിയുടെ അടുത്തെത്തി സ്വയം നടൻ. അയൽ വീടറിയാത്ത മരണം. രാത്രിഞ്ചരന്മാർ രക്തം കണ്ട പിശാചുക്കളെ പോലെ സന്തുഷ്ടർ. അവർ ആഹ്ലാദത്തോടെ നൃത്തം ചെയ്തു മറയുന്നു. നടൻ. എന്റെ സ്ഥാനം ഇനിയൊരു നടൻ അപഹരിക്കും. നാടകസംഘം എന്നെ വിസ്മരിക്കും. ആൾത്തിരക്കേറിയ സഭാതലത്തിൽ തിരശീല ഉയരുന്നതിനു മുമ്പുള്ള അമർത്തിപ്പിടിച്ച സംസാരത്തിന്റെ ഹുങ്കാരം രംഗത്തിനകത്തുനിന്ന് കേട്ടുകൊണ്ട് പ്രതീക്ഷയുടെയും ആശങ്കയുടെയും നെഞ്ചിടിപ്പോടെ അവരെല്ലാം പുതിയ നാടകങ്ങൾക്ക് ജന്മം നൽകും. മണിയടി. 1, 2, 3. കർട്ടനുയരും. കയ്യടികൾ. ഹായ്. ഇന്നലെ വരെ എന്റെ സാമ്രാജ്യം, അനുഭൂതി. ഇന്ന് കുമിളകൾ ഒഴുകിപ്പോകുന്നു, ഉടയുന്നു പുതിയ കുമിളകൾ. എന്റെ വിയർപ്പുമണം പോലും ആ വേഷസാമഗ്രികളിൽ നിന്ന് മാഞ്ഞു പോകും. കാലം. ഈ പ്രവാഹത്തിൽ എന്റെ നില. കണ്ണുകൾ ക്ഷീണിതനായിരിക്കുന്നു. മിത്രത്തിന്റെ തലത്തിൽ കൂടുതൽ പ്രകാശം. നാടകസംഘം മാനേജറുടെ വേഷസൂചനയോടെ ഒരാൾ കടന്നു വരുന്നു. ഏതോ സദസ്സിനെ അഭിമുഖീകരിക്കുന്ന ഭാഷയിലും രൂപത്തിലും. എനിക്ക് ദുഃഖമുണ്ട്, അഗാധമായ ദുഃഖം. ഇന്നലെ വരെ നമ്മോടൊത്തുണ്ടായിരുന്ന ഈ സംഘത്തിലെ മുഖ്യ നടൻ, അദ്ദേഹം വിരമിച്ചതായി നിങ്ങളെ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇനി അദ്ദേഹം അഭിനയിക്കുകയില്ല. നമ്മോടെന്നല്ല, മറ്റൊരു സംഘത്തിലും. എന്താ? അതെ, അനാരോഗ്യം. ആ കണ്ണുകളുടെ കാഴ്ച തീരെ നശിച്ചിരിക്കുന്നു. അതെ, നശിച്ചുകൊണ്ടിരിക്കുന്നു. മുറുമുറുക്കലൊന്നും വേണ്ട. സംശയമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിക്കാം. ഞാനെന്ത് കൊടുത്തുവെന്നോ? കൊടുത്തു. കൊടുക്കാവുന്നതും മേടിക്കാവുന്നതും ഒക്കെ നേരത്തെ വാങ്ങി. അതെന്റെ കുറ്റമോ? നമുക്കതൊക്കെ മറക്കുക. അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഈ നാടക സംഘത്തിന്റെ മാനേജർ എന്ന നിലയിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അടക്കിപ്പിടിച്ച ഒരു തേങ്ങൽ. നീ എന്തിന് കരയുന്നു? വരൂ, എന്റെ പിന്നാലെ വരൂ. മുന്നോട്ട് നടക്കുന്നു. എങ്ങു നിന്നറിയാതെ ഒരു സ്ത്രീരൂപം പിന്തുടരുന്നു. നടൻ. അവൾ എന്റെ സഹനടി. എന്നെ പരിഹസിക്കുന്നവൾ. എനിക്കെതിരായി ഉപജാപം നടത്തി അവൾ. ഹേ സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? വരൂ. നിങ്ങളോടാണ് ചോദിച്ചത് ഈ മുതലക്കണ്ണീരിന്റെ അർത്ഥം. എനിക്ക് ദുഃഖം. എന്തിന്? പിരിച്ചയച്ചത് നിങ്ങളെയല്ലോ. ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു, നായകനും നായികയും. നിനക്ക് മറ്റൊരു നായകനെ തരാം. വേണ്ടേ? വിചിത്രം. ഒരു നടിയുടെ ധർമ്മം നടിക്കുക മാത്രം. ഞാനൊരു സ്ത്രീയുമല്ലേ. പുറത്ത് ഈ അരങ്ങിൽ കർട്ടനുയരുമ്പോൾ, വിളക്കുകൾ കെടുമ്പോൾ നിനക്ക് സ്വന്തം പേരില്ല, രൂപമില്ല, മേൽവിലാസമില്ല. നീ പാഞ്ചാലിയും വാസവദത്തയും സാവിത്രിയുമാകും. എങ്കിലും അവരോരോരുത്തരുടെയും മൊഴി പറയുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു അതെല്ലാം
നിങ്ങൾ മാത്രമുള്ള ഒരു മണവറയിൽ നടിയായ നീ ആ ശപ്പനോട് പറയുന്ന പ്രണയവചസ്സുകളാണെന്ന്. നിന്നെയും പിരിച്ചയക്കണം. സുഖക്കേടുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. അയ്യോ അരുതേ. പിന്നെ നീ ഈ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. ഏതെങ്കിലും ഡയലോഗ് പറയുകയാണോ? അല്ല, സത്യം. മിത്രം ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു. സ്ത്രീ മറയുന്നു. നടൻ അസഹ്യതയോടെ എണീറ്റ്, അസംബന്ധം. അവൾ എന്നെ സ്നേഹിക്കുക. അവൾ ഇന്ന് രാത്രി ഞാൻ പിരിയുന്നെന്ന് പറഞ്ഞപ്പോൾ പോലും പൊട്ടിച്ചിരിച്ചവൾ. അരങ്ങത്തെ പ്രേമനാടകം കഴിഞ്ഞ് കർട്ടൻ വീഴുമ്പോൾ എന്നെ കോപത്തോടെ നോക്കുന്നവൾ. ഞാനെന്തിന് അവളെ ഓർത്തു? ഛേ, എനിക്ക് വയ്യ. എന്റെ കണ്ണും എന്റെ ശിരസ്സും. മരണത്തിന്റെ മുഹൂർത്തമാണോ ഇത്? മാനേജറുടെ വേഷസൂചനകൾ സ്വന്തം ശരീരത്തിൽ നിന്നും എടുത്ത് എറിഞ്ഞ് മിത്രം താഴേക്ക് വന്ന്, മരണത്തിന്റെ അല്ല, സ്വപ്നങ്ങളുടെ, ഓർമ്മകളുടെ. ഉറങ്ങൂ, ഉറങ്ങൂ. തളർന്ന ശരീരത്തെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നിന്റെ മനസ്സ് അതിന്റെ ചെങ്ങലകളിൽ നിന്നും വിമുക്തമാകട്ടെ. വരൂ. പിടിച്ചു കിടത്തുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഷാൾ എടുത്ത് പുതപ്പിക്കുന്നു. ലൈറ്റ് അണക്കട്ടെ. നഗ്നമായ വെളിച്ചം നിന്റെ കണ്ണുകൾക്ക് കേട് തട്ടിക്കും. വിളക്കണയുന്നു. പ്രശാന്തിയിൽ നിന്റെ ഉടലും അശാന്തിയിൽ നിന്റെ മനസ്സും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടട്ടെ. മുറിക്കകത്ത് പ്രകാശം മങ്ങിക്കെട്ടു. പുറത്തെ തെരുവ് വിളക്കിന്റെ വെളിച്ചം മാത്രം. ഒരു സ്പോട്ട് ലൈറ്റ് നടന്റെ മുഖത്തെ ഉദ്ദീപ്തമാക്കുന്നു. മിത്രത്തിന്റെ ശബ്ദം മാത്രം. ഭാവനയുടെ രഥമൊരുക്കിക്കഴിഞ്ഞു. ധവളാഭ കലർന്ന സ്വപ്നങ്ങളുടെ അശ്വങ്ങളെ പൂട്ടിക്കഴിഞ്ഞു. രാജകുമാര, ഏറിയാലും ഏറിയാലും രഥം സജ്ജമാക്കേണ്ടത് ഞാൻ, അങ്ങയുടെ സാരഥി. രഥവേഗം നടിക്കേണ്ടത് അവിടുന്ന് തന്നെയല്ലേ? നടൻ അതേ കിടപ്പിൽ. എനിക്ക് സ്വൈരം വേണം. അതേ പല്ലവി. സ്വൈരം, സ്വൈരം, സ്വൈരം. ജീവിച്ചും ജനിപ്പിച്ചും കഴിയുന്ന മൃഗങ്ങളുടെ സ്വൈരം. ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന കിരാതന്റെ സ്വൈരം. ഞാൻ തളർന്നു. ഞാൻ വീണുപോയി. അതുകൊണ്ട് ഞാൻ ശക്തനായില്ലേ? ഞാൻ വിജൃംഭിതനായില്ലേ? എന്റെ ജീവിതം, ജീവിതം എന്താണത്? നിറവേറാത്ത പ്രതീക്ഷകൾ, നടക്കാത്ത സ്വപ്നങ്ങൾ, സാധിക്കാൻ അസാധ്യമായ ഭാവനകൾ. സ്രഷ്ടാവിന്റെ പണിപ്പുരയിൽ നിന്ന് പൂർണ്ണമാകും മുമ്പ് പുറത്തേക്കെറിഞ്ഞ ശില്പം, സ്വപ്നശില്പം. അതല്ലേ ജീവിതത്തിന്റെ തഥ്യ? ഹായ് ഹായ്, എനിക്കൊന്നും ചിന്തിക്കാൻ വയ്യ. എന്നെ വെറുതെ വിടൂ. എന്റെ കണ്ണുകൾ അതവിടെ. നീ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒടിഞ്ഞ ചാരുകസേരയിൽ, ഇടുങ്ങിയ മുറിയിൽ, അഴുക്കുചാലിന്റെ ഗന്ധം പ്രസരിക്കുന്ന അന്തരീക്ഷത്തിൽ. പക്ഷേ ഇവിടെ നിന്റെ കണ്ണുകൾ നക്ഷത്രം പോലെ ജ്വലിക്കും. നീ നിന്നെക്കാൾ സുന്ദരനാകും. നീ ഈ ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവാകും. സർവാധിപതി. അപ്രതിമമായ ശക്തിയോടെ നീ നിന്റെ രാജ്യം ഭരിക്കും. നീണ്ട വിജയഘോഷയാത്ര. നടൻ പെട്ടെന്ന് എണീറ്റ്. എനിക്കിത് കേൾക്കാതിരിക്കാൻ വയ്യ. ഗുഡ്, ഗോ അഹെഡ്. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പണ്ട് ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ പലരെയും പോലെ ഞാനും ഒരു എഞ്ചിൻ ഡ്രൈവർ ആകണമെന്ന്. സ്പോട്ട് ലൈറ്റിൽ അയാളെ കാണുന്നു. ആ വെളിച്ചം പിന്നരങ്ങിലെ തലത്തിലേക്ക് പാറി വീഴുന്നുണ്ട്. നേരിയ മട്ടിൽ അവിടെ നിൽക്കുന്ന ഒരു പോർട്ടബിൾ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്യുന്നു. അലറിപ്പാഞ്ഞു പോകുന്ന തീവണ്ടിയുടെ ശബ്ദം. ഉരുക്കും തമ്മിൽ ഉരസി വണ്ടി എങ്ങനെ ഉന്മാദം പിടിച്ച പോലെ പാഞ്ഞുപോകും. അനന്തതയിലേക്ക് നീണ്ട തീവണ്ടിപ്പാളങ്ങൾ. അരണ്ട നിലാവിൽ നേരിയ മഞ്ഞു വീണ് വെട്ടിത്തിളങ്ങും. 1000 തുറുകണ്ണുകളോടെ ഇരുണ്ട ഭൂതം പോലെയുള്ള ആ വണ്ടിയും നയിച്ചുകൊണ്ട് അജ്ഞാത വിദൂരതയിലേക്ക് ഉറ്റുനോക്കി അജയ്യനായ ഞാൻ മുന്നിൽ. അന്ന് ആ ചിന്ത എന്നെ ഹരം പിടിപ്പിച്ചിരുന്നു. പക്ഷേ വളർന്നപ്പോൾ ആ സങ്കല്പം തകർന്നു. അല്പനേരം അതിന്റെ നഷ്ടബോധത്താൽ എന്ന പോലെ നിൽക്കുന്നു. പിന്നെ പുഞ്ചിരിക്കുന്നു. പിന്നെ ഒരു ഡോക്ടറാകാൻ കൊതിച്ചു. പ്രപഞ്ചത്തിലെ വേദന മുഴുവൻ വിരൽത്തുമ്പുകൊണ്ട് മാറ്റാൻ കഴിയുന്ന ഡോക്ടർ. വേദനിച്ചു പുളയുന്ന മനുഷ്യനരികിൽ സ്റ്റെതസ്കോപ്പും സിറിഞ്ചുമായി. മിത്രം സ്റ്റെതസ്കോപ്പും സിറിഞ്ചുമായി നിൽക്കുന്ന ഡോക്ടറെ മൈം ചെയ്യുന്നു. അവ്യക്ത ഛായാരൂപങ്ങൾ വരയ്ക്കുകയും മറയ്ക്കുകയും ചെയ്യുന്ന മേഘരൂപങ്ങളില്ലേ, അതുപോലെ
ഞാൻ അതെല്ലാം കണ്ടിരുന്നു. കാണേണ്ടത് നീ കണ്ടിരുന്നുവോ? കാണേണ്ടത്? എന്താ ഓർമ്മ വരുന്നില്ലേ? നടനാവാൻ വേണ്ടി ഒളിച്ചോടിയത്, അതും ഒരു ആസ്പത്രിയിൽ നിന്നായിരുന്നില്ലേ? ഇല്ലേ? നടൻ ആകാംക്ഷയോടെ, കൂടുതൽ ചുറുചുറുക്കോടെ നടന്നെടുത്തുകൊണ്ട്, ഡോക്ടർ, എൻ്റെ സഹോദരി. ഇപ്പോൾ ഒന്നും പറയുക വയ്യ. ദിസ് ഈസ് എ മേജർ ഓപ്പറേഷൻ. എൻ്റെ ഒരേ ഒരു സഹോദരിയാണ്. വാട്ട് ഓഫ് ദാറ്റ്? നോക്കൂ, എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാകാഞ്ഞിട്ടല്ല. ഞാൻ പരമാവധി ശ്രമിക്കും. ശേഷം ദൈവത്തിന്റെ കയ്യിൽ. പ്രേ ഫോർ ഹെർ. നടൻ അത്യന്തം പരവശനായി നിൽക്കുന്നു. ഡോക്ടർ പിന്തിരിഞ്ഞ് അകത്തേക്ക് കിടക്കാൻ ആഞ്ഞിട്ട്, മിസ്റ്റർ, സർ, ഇവിടെ വരൂ. തന്റെ പോക്കറ്റിൽ നിന്നും ഡോക്ടർ ഒരു മാലയെടുത്ത്, ഇത് സൂക്ഷിക്കൂ, സഹോദരിയുടേതാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഊരിയെടുത്തു. യു കീപ് ഇറ്റ് അപ്പ്. യു കീപ് ഇറ്റ്. ബി ബോൾഡ് ആൻഡ് പ്രേ ഫോർ ദി സക്സസ്. മുതുകിൽ തട്ടി ആശ്വസിപ്പിച്ചു പറയുന്നു. ആ മാലയും കയ്യിൽ തൂക്കി നടൻ പതുക്കെ ആ തലത്തിൽ നിന്നും താഴെ ഇറങ്ങി നിൽക്കുന്നു. കുറ്റപ്പെടുത്തുന്ന സ്വരം. ആ മാല! നടൻ ഞെട്ടി മാല പതുക്കുന്നു. ഞെട്ടണ്ട, വിളറണ്ട. ആ മാലയും കൊണ്ട് നീ പമ്പ കടന്നു. സ്വന്തം ഉടപ്പിറപ്പിന്റെ വിധി നിർണയിക്കപ്പെടുന്നതിന് മുമ്പ് അതേപ്പറ്റി അറിയാൻ പോലും നിൽക്കാതെ. ഘാതകൻ! ഞാൻ? അതെ, നീ. അവരുടെ ഭർത്താവ് അകലെയായിരുന്നില്ലേ? നീ ആയിരുന്നില്ലേ സ്ഥലത്തുള്ള ഏക ബന്ധു? മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആ പാവം കിടന്നുയലാടിയപ്പോൾ നീ ഓടി, അവരുടെ കെട്ടുതാലിയും മോഷ്ടിച്ചുകൊണ്ട്. ഇല്ലേ? ഉണർത്താതെ. അതിന്റെ കുറ്റബോധം എന്നിൽ ഇന്നും കെടാത്തിയായി കിടക്കുന്നു. അതിനെ ഊതി ഉണർത്താതെ. ഞാൻ ഉണർത്തുന്നത് എന്തിന്? നിന്റെ ദുഃഖങ്ങളുടെ ശ്രുതിവാദ്യമായി ആ പാപം നിലനിൽക്കുന്നു അനന്തമായി. ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. ഏതിൽ നിന്നുള്ള രക്ഷ? ഒരു പരാജയ ജീവിതത്തിൽ നിന്ന്, എല്ലാ പേരുടെയും ഭത്സനങ്ങളിൽ നിന്ന്. അങ്ങനെ ഞാനൊരു നടനായി. അതിന് കണ്ടുപിടിച്ച മാർഗമാണ് ഭേഷ്. മുഹൂർത്തമോ വളരെ വളരെ ഭേഷ്. വേണ്ടെന്നാണ് പറഞ്ഞത്. ഈ നീതിസാരം കൊണ്ട് എന്നെ കൊല്ലാതിരിക്കെ. നിർത്താം. പക്ഷേ നിനക്കതും സാധ്യമല്ല. ആര് പറഞ്ഞു? ഞാൻ ആ തെറ്റ് തിരുത്തും. എന്തെളുപ്പം പറഞ്ഞു കഴിഞ്ഞു. നിർത്താം, പക്ഷെ നിനക്കതും സാധ്യമല്ല. ആര് പറഞ്ഞു? തിരുത്തും ഞാൻ. പശ്ചാത്തപിച്ചു കഴിഞ്ഞു ഞാൻ. അതിനുശേഷവും എനിക്ക് മോചനമില്ലേ? ഇല്ല. എല്ലാവർക്കും വേണ്ടത് അതാണ്, മോചനം. അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, ചെയ്തുപോയ പാപങ്ങളുടെ നീരാളിപ്പിടിയിൽ നിന്ന്, പാപവും പ്രായശ്ചിതവും. തീർന്നു. വീണ്ടും പാപത്തിന്റെ കറ കൊണ്ട് എഴുതിത്തള്ളാൻ ജീവിതം ബാക്കി വേണം. ഹാ, എന്ത് സുഖം! അനന്തമായ പാപത്തിന്റെ വേരുകൾ വന്ന് ചുറ്റിപ്പിണയാതിരിക്കാൻ, തന്നെ തൃപ്തിപ്പെടുത്താൻ. പ്രായശ്ചിത്തം, പാപം, പശ്ചാത്താപം, പിന്നെയും പാപം. ആദിപാപത്തിന്റെ അനന്തമായ ചെങ്ങലക്കണ്ണികൾ. പശ്ചാത്താപം പ്രായശ്ചിത്തമല്ല. ചെയ്ത ക്രൂരതയുടെ ആഗ്നേയ ശക്തിയെ കെടുത്തുവാൻ മൃദുലമായ ആവരണം. എനിക്ക് മോചനമില്ലേ? ഇല്ല. അനുഭവിച്ച് തീരണം. ശിക്ഷയുടെ ആഴിത്തട്ടിൽ നിന്ന് നിസ്സഹായനായി വിലപിക്കണം. ഇഞ്ചിഞ്ചായി താഴണം. കടലിൽ വലിച്ചെറിഞ്ഞ പാപത്തിന്റെ ജഡം ഉയർത്തെഴുന്നേറ്റ് നീർനായയെപ്പോലെ കടിച്ചു കീറണം. കർട്ടൻ കോൾ, കമോൺ. അവർ നിങ്ങളെ കാണാൻ ആവശ്യപ്പെടുന്നു. നടൻ എണീക്കുന്നു. വേഷമിട്ട രംഗാധിഷ്ഠിതമായ നടനായി പിൻതലത്തിലേക്ക് നടക്കുന്നു. മിത്രത്തെ കാണാനില്ല. 2 ഫ്ലാഷ് ബൾബുകൾ കത്തിയെരിയുന്നു. മിത്രം താഴത്തെ തലത്തിലൂടെ പ്രവേശിച്ച് ഒരു ബൊക്കെ കൊടുക്കുന്നു. കയ്യടികൾ. നടൻ വീണ്ടും നമിക്കുന്നു. നിലക്കാത്ത കയ്യടികൾ. അവ നിൽക്കുമ്പോൾ പെട്ടെന്ന് സമ്പൂർണമായ വെളിച്ചം. ബൊക്കെ അയാൾ വലിച്ചെറിയുന്നു. പഴയ ക്ഷീണിതാംഗനായ നടനായി അയാൾ ആ തലത്തിൽ നിന്നും പ്രയാസപ്പെട്ടിറങ്ങുന്നു. നടൻ രംഗത്തിന്റെ മുന്നിലേക്ക് നടന്ന്, ഒരിക്കലും എനിക്ക് ലഭിച്ചിട്ടില്ല ഇത്രയും കാലം. പല വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും തിരശ്ശീല വീണ് കഴിഞ്ഞാൽ ചെയ്തതിനെപ്പറ്റിയല്ല, ചെയ്യാത്തതിനെപ്പറ്റി ഭത്സനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, നിത്യ അസംതൃപ്തനായ നാടകകൃത്തിന്റെ പരിഹാസങ്ങൾ. അപ്പോഴെല്ലാം വിളറി വെളുത്ത ഒരു സ്ത്രീരൂപം മുന്നിൽ കാണുന്നു, ഇല്ലേ? അതെന്നെ ഓർമ്മിപ്പിക്കാതെ. ആ കടം വീട്ടാൻ ഞാൻ. പണം കടം വാങ്ങിയാൽ വീട്ടാം. വിശ്വാസം കടം വാങ്ങി കളഞ്ഞു കുളിച്ചാൽ ഒരു നടനെന്ന നിലയിൽ എന്റെ സങ്കല്പം തകർന്നു. ഒരിക്കലും അത് ഇനി. പക്ഷേ ചില മോഹങ്ങൾ ആ മരുഭൂമിയിലും തളിർത്തു. നവോഢയുടെ സ്വപ്നങ്ങൾ പോലെ അവ നിന്നിൽ ജ്വലിച്ചു. ഒരിക്കലും കെട്ടാനിടയില്ലാത്ത വേഷങ്ങൾ, ഇല്ലേ? ഈ നശിച്ച. ശാന്തനാകൂ. തൻ പാട്ടിൽ നീ അടങ്ങിക്കഴിഞ്ഞു.
ഞാൻ ആശിച്ച വേഷങ്ങൾ എനിക്ക് ലഭിച്ചില്ല. നീ ആശിച്ച ജീവിതവും. നോൺസെൻസ്. എന്തു കാണുവാൻ നീ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? എന്തിനാണ് ആശ തീരാതെ മരിച്ച ആത്മാവ് പോലെ ഞാൻ ഇതിനു ചുറ്റും വട്ടം കറങ്ങുന്നത്? ഏതിനു ചുറ്റും? എന്റെ പാപം. ഓ, അതിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി നീ നടത്തിയ ശ്രമങ്ങൾ അല്ലേ? ഇല്ല, എനിക്കത് ലഭിച്ചില്ല. ആ വീട്ടിൽ, ചേച്ചിയുടെ വീട്ടിൽ നീ ചെന്നിട്ട് തന്റെ തലത്തിലേക്ക് മടങ്ങുന്നു. സഹോദരിയുടെ ഭർത്താവിന്റെ നിലയിൽ തിരിഞ്ഞ് മിത്രം നടനുമായി സന്ധിക്കുന്നു. നടൻ മിത്രത്തെ നോക്കാതെ അയാളുടെ ചോദ്യത്തിന്റെ ഉത്തരമെന്ന നിലയിൽ, ഞാൻ ചെന്നു. ഞാൻ അറച്ചറച്ച് പടി കയറി. പോക്കറ്റിൽ നിന്ന് വില കൂടിയ ഒരു മാല എടുത്തു കാട്ടി. അന്നത്തേതിനേക്കാൾ 10 മടങ്ങ് വിലയുള്ള പൊന്നുമായി. ചേട്ടാ, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. അതാ. ചേച്ചി എവിടെ? ആര്? എന്റെ ചേച്ചി. നിന്റെ ചേച്ചിയോ? അതാര്? ഇതെന്താണ് ഇങ്ങനെ? മനസ്സിലാകുന്നില്ലേ? ഇല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാം. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എത്ര ലാഘവത്തോടെ പറയുന്നു. ലാഘവമല്ല ചേട്ടാ, സംഭവിക്കേണ്ടത് സംഭവിച്ചു പോയി. ഇനി അത് അഴിക്കാൻ സാധ്യമാണോ? പക്ഷേ ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ്. മാല നീട്ടുന്നു. ഇല്ല, ഒരു പ്രായശ്ചിത്തത്തിനും വിലയില്ല. നീ ഈ വീട്ടിൽ നിന്ന് നിന്റെ പെങ്ങളുടെ കഴുത്തിൽ കിടന്ന ഒരു മാലയും പൊട്ടിച്ചുകൊണ്ട് ഓടിപ്പോയിരുന്നെങ്കിൽ ഞാനത് സാരമാക്കുമായിരുന്നില്ല. ഇതുപോലെ ഒരു കടം വീട്ടിൽ നിനക്ക് അസാധ്യവുമായിരുന്നു. പക്ഷേ നീ പോയത്. അതെന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ. ആ രംഗം വർണ്ണിക്കാതിരിക്കൂ. ഏകാന്തമായ രാത്രികളിൽ അത് കണ്ട് ഞാൻ വേദനിച്ചിട്ടുള്ളതിന് കണക്കില്ല. നീ വേദനയുടെ കഥ പറയുന്നു. വേദന, കഷ്ടം. ആ പാവം മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ചക്രശ്വാസം വലിച്ചല്ലേ കിടന്നിരുന്നത്? അത് വേദനയല്ലേ? അതിന്റെ അന്ത്യം എന്തെന്നറിയാനെങ്കിലും നീ നിന്നോ? മഹാഭാവി. എന്നിട്ട് വന്നിരിക്കുന്നു വേദനയുടെയും കുംഭസാരത്തിന്റെയും കഥയുമായി. ഒന്ന് കാണാനെങ്കിലും അനുവദിക്കൂ. സാധ്യമല്ല. ഞാൻ പറഞ്ഞാൽ, അപേക്ഷിച്ചാൽ എന്റെ ചേച്ചി ക്ഷമിക്കും. ഇല്ല, നീ പോകുന്നതാണ് നല്ലത്. ചേച്ചിയെ കാണാതെയോ? അതെ, കാണാതെ. അപ്പോൾ ഇത് അവൾക്ക് വേണ്ട. അയ്യോ ചേട്ടാ. എന്താ? ഞാൻ പറഞ്ഞാൽ പോരെ? ഇത് ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിലിരുന്നാൽ അത് വലിച്ചെറിയേ. എനിക്ക് പോലും അത് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ഇത് ആ കൈകളിൽ കൊടുത്ത് അപരാധം ഏറ്റുപറയാതെ എനിക്ക് ശാന്തിയില്ല. അത്ര എളുപ്പം ശാന്തി വിലക്ക് മേടിക്കാമെന്ന് കരുതണ്ട. പോകാനാണ് പറഞ്ഞത്. ഇല്ല, അകത്ത് ചെന്നിട്ട് ചേച്ചിയെ കണ്ടിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ചേച്ചി, ചേച്ചി, വിളിക്ക്, ഉറക്കെ, ഇനിയും ഉച്ചത്തിൽ വിളിക്ക്. അവൾ വിളി കേൾക്കില്ല. ക്രൂരൻ ആകേണ്ടതാണ്. പക്ഷേ ഒരു നഷ്ടബോധം എന്നെ വിലക്കുന്നു. എവിടെ എന്റെ ചേച്ചി? ആര്? അത് ചോദിക്കാൻ നിനക്കുള്ള അവകാശം, അധികാരം അത് തീർന്നു. ആരോരുമില്ലാതെ അനാഥയായി ആ ആശുപത്രി വളപ്പിൽ നീ ഉപേക്ഷിച്ചു പോയപ്പോൾ വീണ്ടും അത് എന്റെ നാശമുഹൂർത്തം. അവൾ മരിച്ചു അന്ന് തന്നെ. നടൻ അർത്ഥം മനസ്സിലാകാതെ മിഴിച്ചു നോക്കുന്നു. കേട്ടില്ലേ? അവൾ മരിച്ചു. ഇരുണ്ട ആ ആശുപത്രിയിൽ അനാഥയായി. പോ എന്റെ കൺമുമ്പിൽ നിന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. മിത്രം അകത്തേക്കെന്ന വിധം നടക്കുന്നു. നടൻ മരവിച്ച് കണ്ണു തുറന്നു നിൽക്കുകയാണ്. മെല്ലെ അയാൾ ആ മാല മുഖത്തോട് ചേർക്കുന്നു. നെഞ്ചുപൊട്ടും വിധമുള്ള ഒരു ഏങ്ങൽ മാത്രം കേൾക്കുന്നു. വെളിച്ചം പൊലിയുന്നു. വീണ്ടും വരുമ്പോൾ നടൻ താഴത്തെ നിലയിൽ. മാല കയ്യിൽ തന്നെയുണ്ട്. മിത്രവും അടുത്ത്, പഴയ സ്ഥലത്ത്. നീ എന്തിനിപ്പോൾ അതെടുത്തു? നടൻ: എന്റെ ഭാരം, എന്റെ പാപഭാരം. മുടിയനായ പുത്രനെ പോലെ നീ ഏറ്റുപറയുകയാണോ? ഞാൻ തളർന്നു. എനിക്കൊരാധാരവുമില്ല. ഞാൻ നിന്നെ സഹായിക്കാം. വേണ്ട. ഞാൻ തർക്കിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. സമീപത്തേക്ക് നടന്ന് ഒരു മേലങ്കി അണിയിക്കുന്നു. പിന്നിലേക്ക് പോകെ ഓരോ ചുവടും വെച്ച്. നീ ആരാണ് ഇപ്പോൾ? ഞാൻ. ഈ നഗരവും അതിന്റെ മാറാലകളും എല്ലാം തൂത്തെറിയപ്പെട്ടു കഴിഞ്ഞു. യുഗങ്ങൾ പായുന്ന രഥാശ്വങ്ങളുടെ പിന്നിലായി കഴിഞ്ഞു. ഋതുപർണനു പോലും കഴിയാത്ത രഥവേഗം. ഞാൻ. ഇത് കുരുക്ഷേത്ര യുദ്ധഭൂമി. ലോഭവും മോഹവും എതിരിട്ട രക്തപങ്കിലമായ ഭാരതക്ഷേത്രം. യുദ്ധപരിസമാപ്തിയുടെ അന്ത്യമുഹൂർത്തങ്ങൾ. എല്ലാ ബന്ധുക്കളും ഗുരുജനങ്ങളും ചത്തൊടുങ്ങി. മഹാരഥന്മാർ മൺപുറ്റുകൾക്കുള്ളിൽ ദീർഘതപസ്യ ആരംഭിച്ചു. ശകലിത ദേഹങ്ങൾ ഗോത്രബന്ധത്തിന്റെ വിലാപകഥ പാടുന്നു. രക്തപ്പുഴകൾ പിന്നിലേക്ക് നടക്കുന്നു. വെളിച്ചം മങ്ങി വരുന്നു. ഇരുണ്ടുവരുന്ന ആകാശം. യുദ്ധകൗതുകം കെട്ട് ദുഃഖപ്പായി വിരിച്ച് ദേവന്മാർ പോലും കിടന്നു കഴിഞ്ഞു. അന്ധപിതാവിന്റെ കണ്ണുകളിൽ മിഴുനീരിനു പകരം രക്തം പൊടിഞ്ഞു. എന്നിട്ടും നടൻ
ഹായ് ഞാൻ. മിത്രം സദസ്സിനോട്: ചെറിയ നഷ്ടങ്ങളിൽ, വേദനകളിൽ തളർന്നു പോകുന്നവനല്ലേ നീ? ആ നിനക്ക് ഏറ്റവും വലിയ നഷ്ടത്തിന്റെ, എതിർപ്പിന്റെ മുമ്പിൽ അചഞ്ചലനായി നിന്ന ആ കുരുക്ഷേത്ര കഥാപുരുഷനാവാൻ കൗതുകമില്ലേ? ഇല്ലേ? വരിക. വിധി അതിന്റെ കളിക്കളം നിനക്കായി ഒഴിച്ചിട്ടിരിക്കുന്നു. ഏകനും ധീരനുമായി മുന്നോട്ട്, മുന്നോട്ട്, മരിക്കും വരെ മുന്നോട്ട് എന്ന വിജയമന്ത്രവുമായി. വെളിച്ചം പൂർണ്ണമായി കെട്ടു. മിത്രം അപ്രത്യക്ഷൻ. വീണ്ടും വെളിച്ചം വരുന്നത് ദുര്യോധനനായി നിൽക്കുന്ന നടന്റെ മുഖത്താണ്. നടൻ പെട്ടെന്ന് തിരിഞ്ഞ് പിൻതലത്തിലേക്ക് നടന്നുകൊണ്ട്: ഞാൻ ദുര്യോധനൻ. അതെ, രാജാ ദുര്യോധനൻ വിളിച്ചാൽ വിളി കേൾക്കാൻ രക്ഷികളില്ലായിരിക്കാം, ഉപദേശിക്കാൻ കർണശല്യാദികളില്ലാതിരിക്കാം. എല്ലാം ദാഹാർത്തമായ ഈ ഭൂമി അപഹരിച്ചു. ഞാൻ നശിപ്പിച്ചവരും എനിക്കു വേണ്ടി നശിച്ചവരും ഇരുണ്ട ഈ ഭൂമിയുടെ നിശ്വാസമേറ്റുറങ്ങുകയാണ്. ഇല്ല, ഞാൻ ഇനിയും തളർന്നിട്ടില്ല. എന്റെ ആത്മാവ് അമർഷം കൊണ്ട് പുളയുന്നു. കൈകൾ പ്രതികാരത്തിനു വേണ്ടി തുടിക്കുന്നു. ഇതുവരെ, ഈ നിമിഷം വരെ രാജ്യത്തിനും മഹിമയ്ക്കും വാശിക്കും വേണ്ടി ആയിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അതിനൊന്നും വേണ്ടിയല്ല. അരിശം കൊണ്ട പാമ്പിനെ പോലെ എന്റെ മനസ്സാടുന്നു. കൊത്തി കൊത്തി, ആഞ്ഞു കൊത്തി അങ്ങനെ നശിക്കുന്നെങ്കിൽ തന്നെ ഹായ്, എന്തു പുണ്യം! ദാസ്യത്തെക്കാൾ, അടിയറവിനേക്കാൾ ഇല്ല, എനിക്ക് ആ വ്യാമോഹമില്ല. എല്ലാം ഇന്നു തീർന്നു. പക്ഷേ ദുര്യോധനൻ യുദ്ധം ചെയ്ത് മരിക്കും. ഇഞ്ചിഞ്ചായി നശിക്കുമ്പോഴും വീരോചിതമായി അലറി അലറി മരിക്കും. ആകാശത്തിൽ ഉറങ്ങുന്ന ദേവന്മാർ കാണട്ടെ, മനുഷ്യൻ മരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നരങ്ങിന്റെ പിന്നിൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പടികൾ ഇറങ്ങാൻ ഭാവിക്കുന്നു. മിത്രത്തെ നാം ഇപ്പോൾ കാണുന്നില്ല. ഭേരീനാഥം. നടൻ വീരോചിതമായി സദസ്സിനെ തിരിഞ്ഞൊന്നു നോക്കി ഇറങ്ങാൻ ഭാവിക്കുന്നു. നടി പ്രവേശിക്കുന്നു. നടി: മഹാരാജൻ, നീ? സ്ത്രീ: ഇവിടെ അലയുന്നു. ഇത് ഉദ്യാനമല്ല, ശ്മശാനം. അറിയും അല്ലേ? അറിയും. മംഗല്യം പൊട്ടിച്ചെറിഞ്ഞ വിധിവശാൽ നല്ലോണം അറിയും. എന്നാൽ അറിയാത്തതുണ്ട്. നീ ഇപ്പോൾ സംസാരിക്കുന്നത്. അതും അറിയും. അറിഞ്ഞുകൊണ്ടാണ് വന്നത് ഞാൻ അവിടെയും, മറ്റേ പാളയത്തിൽ. എന്തിന്? അങ്ങയുടെ ബന്ധുവിനെ കാണാൻ. എന്റെ ബന്ധു? അതെ, നാശമൂർത്തികൾ എല്ലാം. നീ ആര്? ഞാൻ ഗാന്ധാരി. അമ്മ? പാഞ്ചാലി, ദുശ്ശള, ഉത്തര, ഉന്മാദിനി. അതേ മഹാരാജൻ, സ്ത്രീയാണ് ഞാൻ. ഉന്മാദം പിടിപെട്ട സ്ത്രീ. പുരുഷന്റെ ഉന്മാദമല്ല. ചത്തും കൊന്നും ചത്തും കൃമികൾക്കാഹാരമാകുന്ന വീരത്വത്തിന്റെ സന്താനമല്ല. നാശം കണ്ട് ഉൾക്കളം തങ്ങുന്ന സ്ത്രീ. വേർപാടുകളിൽ വേദനിക്കുന്ന സ്ത്രീ. അമ്മ, ഭാര്യ, സഹോദരി. എന്റെ വീര്യം കെടുത്തുവാൻ വന്ന ശത്രുചാരവർഗത്തിൽ നീയും? ശത്രു. ഈ പ്രപഞ്ചമാണെന്റെ ശത്രു. രക്തം വാർന്നു കുടിക്കുന്ന ഈ കാലം, അതിന്റെ കളിപ്പാവകൾ നിങ്ങളും. നിനക്കെന്തു വേണം? എനിക്ക് സമയം കുറയും. നിണമഹോത്സവമായി ഇല്ലേ? ദുര്യോധനനെ പരീക്ഷിക്കരുത്. ഓ, രാജാതിരാജനെ അല്ലേ? കേൾക്കൂ. അങ്ങ് നിൽക്കുന്ന ഉയരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാമോ? പറയൂ. ഭാരതവർഷത്തിലെ നാശകാരികളായ എല്ലാ മഹാരഥന്മാരെയും ഞാൻ പരീക്ഷിക്കും. പറയൂ. എന്റെ ഭർത്താവിന്റെ ജഡമെവിടെ? പുത്രന്റെ, സഹോദരന്റെ, നിന്റെ? ഈ അക്ഷൗഹിണിയിൽ? ആരുടെ? പാണ്ഡവരുടെയോ അതോ എന്റെയോ? എനിക്കറിഞ്ഞുകൂടാ. ഈ യുദ്ധം വായു തുറന്ന് അവരെ വിഴുങ്ങി. അവർ ശലഭങ്ങൾ പോലെ ചതഞ്ഞു വീണു. അതുമാത്രം അറിയാം. പലരും മരിച്ചു. എന്റെ വലങ്കയും ഇടങ്കയും നഷ്ടമായി. മഹാരഥന്മാർ. അതിനു കാരണം കാണും. പക്ഷേ ഇവർ പ്രജകളോട് ഏറ്റുമുട്ടിയാൽ ഹേമം 2 പേർക്കു മാത്രം. പ്രജാപാലകന്മാർ, ചക്രവർത്തികൾ ഏറ്റുമുട്ടുമ്പോൾ നിരപരാധികളുടെ കബന്ധങ്ങൾ ആയിരക്കണക്കിന്. അല്ലേ രാജൻ? അവർ വീരസ്വർഗം പൂകിയത്. ഹാ, ഉദാത്തമായ ചരമസൂക്തം. വീരസ്വർഗം. സ്ത്രീയെ, നീ? എനിക്ക് ആ ശവശരീരം ഒന്ന് കാണണം. തലയറ്റ ശരീരങ്ങൾ അനവധി കാണുന്നു. ഒന്നിനുമേലൊന്നായി നിലച്ച നെഞ്ചിടിപ്പോടെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. ചീഞ്ഞളിഞ്ഞ് മണ്ണടിയാൻ. എനിക്കവരെ വീണ്ടെടുക്കണം. ആ ജഡമെങ്കിലും. നോക്ക്, നടന്നു നോക്ക്. അത് കഴിഞ്ഞു. തലയറ്റ ശരീരങ്ങളിൽ നിന്ന് എങ്ങനെ ഞാൻ അലഞ്ഞു. ഈ പ്രേതഭൂമിയിൽ വിശ്രമമില്ലാതെ അലഞ്ഞു. എന്റെ പ്രിയന്റെ മുഖം, ശിരസ് എവിടെ? വീണ്ടും ഭേരീനാഥം. നടൻ തിരിയുന്നു. ആ തലത്തിലേക്ക് നടന്ന്. ഇതിനൊരു ഉത്തരം തരാതെ പോവുകയാണോ? നടൻ: നീ തേടണം, നീ കണ്ടെടുക്കണം. നടി മുകളിലേക്ക് കയറി. അതൊക്കെ കഴിഞ്ഞു. തേടിയാൽ കിട്ടുന്ന കാലം. പിന്നെ മാറുവഴിയിൽ നിന്ന്
ഇല്ല. തലമുടി അഴിച്ചിടുന്നു. ഏകവേണിയായി പാഞ്ചാലിയായി ഞാൻ നിന്നു. ഇന്നും അങ്ങനെ നിൽക്കുന്നു. ആ കബന്ധം കണ്ടെടുത്തു തരാതെ ഒരിഞ്ചു പോലും. സ്ത്രീഹത്യയും ഈ സുയോധനന് വിധിച്ചതാവാം. വാളൂരുന്നതായി നടിക്കുന്നു. ഹായ്, നന്നു മകനെ, നന്ന്. കൈത്തലം കൊണ്ട് നടന്റെ മുഖം തടവി. മകനെ, നിന്റെ അച്ഛന്റെ ജഡം. നടൻ: ഛായ്, കർട്ടനിട്ടു. നീ എന്താണ് ചെയ്തത്? ഡയലോഗ് തെറ്റിച്ചു. എനിക്ക് തെറ്റുകയില്ല. താളം തെറ്റാതെ നിൽക്കാൻ എനിക്കറിയാം. അല്ലല്ല, നീയാണ് തെറ്റിച്ചത്. ഞാൻ ശരിയായിട്ടാ പറഞ്ഞത്. ശരി, നിന്റെ മുഖം. നീയാണോ എന്റെ കൂടെ എന്നും അഭിനയിക്കാറുള്ള? അതെ അതെ. അല്ല, എന്തോ തെറ്റുപറ്റി. കൂടുതൽ അടുത്തേക്ക് ചെന്ന് സൂക്ഷിച്ചു നോക്കുന്നു. അടുക്കും തോറും അവൾ അകന്നകന്നു പോകുന്നു. പിന്നിലേക്ക് മറയുന്നു. അവൾ മറയാറാകുമ്പോൾ: സുമതി, നീ സുമതിയല്ലേ? സുമതി. അവളെ തിരയുന്നു. മിത്രം പ്രവേശിച്ച് ലൈറ്റിടുന്നു. മുറിയാകെ വെളിച്ചം. ആ പഴയ ക്ഷീണിതനായ നടൻ കണ്ണാടിയുടെ ഫ്രെയിമിൽ തലചായ്ക്കുന്നു. സുമതി എന്ന് മന്ത്രിക്കുന്നുണ്ട്. മിത്രം താഴെ അതേ സ്ഥലത്തിൽ. സുമതി, നീ ഇപ്പോൾ ഓർക്കാൻ? പുറത്ത് തെരുവിലൂടെ ഒരു സൈക്കിൾ ബെൽ കയ്യിൽ വെച്ച് രാത്രിഞ്ചരരിൽ ഒരാൾ വരുന്നു. നടത്ത അസ്വാഭാവികമായ നടത്തം. വാതിലിനടുത്ത് വെച്ച് ബെല്ലടിക്കുന്നു. ഒരു ടെലിഗ്രാം നീട്ടുന്നു. നിനക്ക് ടെലഗ്രാം. നടൻ അത്യന്തം ക്ഷീണിതനെപ്പോലെ അത് മേടിക്കുന്നു. രാത്രിഞ്ചരൻ രംഗം നിരീക്ഷിച്ച് പടിവാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. നടൻ ടെലഗ്രാം പൊട്ടിച്ച് വായിക്കുന്നു. സുമതി എക്സ്പയേർഡ്. നടൻ കസേരയിലേക്ക് മറയുന്നു. രാത്രിഞ്ചരൻ ആഹ്ലാദഭാവത്തോടെ മറയുന്നു. മുറിയിലെ വെളിച്ചം കെടുന്നു. നടൻ: വെളിച്ചം, വെളിച്ചം. മിത്രം: ദി ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈവ്സ്. ദി ലൈറ്റ്. നടൻ കിടക്കുന്നു. സുമതി, സുമതി എന്നിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. മിത്രം കണ്ണാടിയിൽ ചാരി നിന്ന് ഒരു സിഗരറ്റ് കത്തിക്കുന്നു. അന്ധകാരം. അംഗം 2. വീണ്ടും വെളിച്ചം വരുമ്പോൾ പകൽ. തെരുവിന്റെ ഭാഗത്ത് അത് വ്യക്തമായി കാണാം. മുറിക്കകത്ത് പ്രകാശം കുറവ്. മിത്രം തന്റെ തലത്തിൽ ഒരു കസേരയിൽ ഉറക്കത്തിലെന്ന പോലെ സമാധിസ്ഥനായിരിക്കുന്നു. നടൻ കസേരയിൽ, കയ്യിലപ്പോഴും ടെലഗ്രാം. ശൂന്യമായ മിഴികളോടെ ഇരിക്കുന്നു. രാത്രിഞ്ചരരിൽ ഒരാൾ. ഇപ്പോൾ അയാൾക്ക് മുഖംമൂടിയില്ല. കയ്യിൽ ലൈൻമാന്റെ ആയുധ സാമഗ്രികൾ. മുറിയുടെ സ്വിച്ചിരിക്കുന്ന മൂലയിൽ പണികളൊക്കെ നോക്കുകയാണ്. ഫ്യൂസിനെന്തോ കുഴപ്പം വന്നത് ശരിയാക്കി അത് വെക്കുന്നു. പെട്ടെന്ന് ലൈറ്റ് കത്തുന്നു. രാത്രിഞ്ചരൻ തന്റെ പണി തീർത്ത് നടനെ നോക്കുന്നു. അയാൾ ശൂന്യത ശ്രദ്ധിക്കുന്നു. എന്ന് കണ്ട് ചുവരിൽ തട്ടുന്നു. നടൻ മാത്രമല്ല, മിത്രവും ഉണർന്നു. രാത്രിഞ്ചരൻ ലൈറ്റ് കത്തുന്നത് ചൂണ്ടി. റൈറ്റ്. സലാം വെക്കുന്നു. വാതിൽക്കലേക്ക് തിരിയുന്നു. പക്ഷേ കതകിന്റെ അവിടെ നിന്ന് നടനെ നോക്കുന്നു. മിത്രത്തെ കാണുന്നതേയില്ല. അവജ്ഞയും കൗതുകവും ചേർന്ന നോട്ടം. തെരുവിലിറങ്ങി ചൂളം കുത്തി മറയുന്നു. മിത്രം: എണീറ്റ് ആ ലൈറ്റ് അണക്കൂ. ഇത് പകലാണ്. പകൽ. എന്റെ പകലുകൾ തീരുന്നു. ടെലഗ്രാം കാട്ടി. സാന്ധ്യ വെളിച്ചം കൂടി മാഞ്ഞു കഴിഞ്ഞു. പാവം, നീ ഒരു മെലോഡ്രാമയിലെ നായകനെ പോലെ സംസാരിക്കുന്നു. വിഡ്ഢി. ലൈറ്റ് അണയ്ക്കുന്നു. ആട്ടെ, സുമതിയെ മറന്നു കഴിഞ്ഞില്ലേ ഇതേവരെ? അവളെ ഞാനെന്തിനു ഓർക്കണം? അവൾ അന്യന്റേതായി. ഇന്ന് എല്ലാ ചരടും അറുത്തെറിഞ്ഞ് സ്വതന്ത്രയുമായി. ഓ, അതുകൊണ്ട് നീ ഓർമ്മ അവസാനിപ്പിച്ചു. അവളെ ഹൃദയത്തിൽ നിന്നും പിഴുതെറിഞ്ഞു. പടിയടച്ച് പിണ്ടം വെച്ചു. ഏട്ടിൽ കൊണ്ട വാചകങ്ങളെല്ലാം പറയ്. ഏട്ടിൽ കൊണ്ട വാചകങ്ങളോ? അല്ലാതെ പിന്നെ ഉള്ളിൽ തട്ടാതെ ഒരു നടൻ പറയുന്ന പൊള്ളയായ വാക്കുകൾ. നീ അവളെ മറന്നുവെന്നോ? ഇല്ല, എല്ലാ ഓർമ്മകളുടെയും അടിയിൽ ആ മറവി മറഞ്ഞു കിടന്നു. മുണ്ടുവെട്ടിക്കടിയിലെ താഴമ്പൂ പോലെ സുഗന്ധം തങ്ങി നിന്നിരുന്നു. നീ അതിനെ കണ്ടില്ലായിരിക്കാം. എങ്കിലും നാസാരന്ധ്രങ്ങളിൽ തുളച്ചു കയറുന്ന ആ സുപരിചിത സുഗന്ധം വഴി നീ ആ മറവിയുടെ സാന്നിധ്യം ഓർത്തു. ഇല്ലേ? ഇല്ലേ? താഴമ്പൂവിന്റെ മണം. അവളുടെ വസ്ത്രങ്ങളിൽ അത് തങ്ങി നിന്നു. ആ ശരീരത്തിന്റെ ഗന്ധം, ആ നിശ്വാസങ്ങളുടെ ഗന്ധം. കസേരയിൽ നിന്ന് എണീക്കുന്നു. മിത്രത്തെ നോക്കുന്നില്ല. തന്നിലേക്ക് ആഴ്ന്നിറങ്ങിയ മനസ്സോടെ. അവൾ എനിക്കെല്ലാമായിരുന്നു. അതെ, ആയിരുന്നു. ഇന്നുമാണ്. പണ്ടത്തെ രൂപത്തിലല്ല. സുമതി എന്ന പേരോടുകൂടിയ, മോഹിപ്പിക്കുന്ന ശരീരത്തോടുകൂടിയ നിന്റെ അയൽവാസി പെൺകുട്ടിയായിട്ടല്ല, ഒരു നഷ്ടസ്വപ്നമായിട്ട്, നിന്റെ എല്ലാ വിക്ഷോഭത്തിന്റെയും അടിയിൽ ചലിക്കുന്ന ഒരു നാഡീസ്പന്ദനമായിട്ട്, ഏകാന്ത വിഷാദത്തിന്റെ നിശീധിനികളിൽ മഞ്ഞു പെയ്യുന്ന നിലാവലയായിട്ട്, നിന്റെ അസ്വാസ്ഥ്യം, നിന്റെ ചൈതന്യം അതിന്റെ ഒരംശമായിട്ട്. വിധി, നീ അറിയുന്നുണ്ടോ? നീ എന്നെ ഉന്മാദത്തിലേക്ക് നയിക്കുന്നു. വളരെ നന്ന്. ഇത് ഉന്മാദമെങ്കിൽ ശകലം ഉന്മാദം നന്ന്. തോഴാ, വളരെ നന്ന്. അതിരിക്കട്ടെ, എന്റെ ചോദ്യം,
ഇല്ല, അവൾ അതൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാമരനായ മനുഷ്യൻ. ശൂന്യാകാശ വിദൂരതകൾ കാണാൻ അവൻ കണ്ണാടിയുണ്ടാക്കും. പക്ഷേ സ്വന്തം ഉള്ളു കാണാൻ അവൻ നോട്ടപ്പാട് പോലും കണ്ണയക്കില്ല. അവൾ എനിക്ക് നഷ്ടപ്പെട്ടു. വിധിയാവാം, അവളുടെ ബന്ധുക്കളാവാം, ഏതോ കാരണങ്ങൾ. ഞാൻ അവ പൂർണ്ണമായി അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അവൾ എനിക്ക് നഷ്ടപ്പെട്ടു. ക്ഷണികങ്ങളായ നിമിഷങ്ങളിൽ ഇന്നും ഞാൻ അവളെ കാണാറുണ്ട് മനസ്സിൽ. എന്നല്ലാതെ നീ പറയുന്നത്. പക്ഷേ നിനക്ക് ക്ലേശം വരുമ്പോൾ നീ അവളെ ഓർത്തു. ഒരു സ്ത്രീയെ സങ്കല്പിച്ചപ്പോൾ അവളുടെ മുഖം, സ്വരം, ചലനം എന്തൊക്കെ വന്നു. എന്തിന്? അത് ഉത്തരം നിനക്ക് അജ്ഞാതം. അത്ര ആഴം കുറഞ്ഞ നിലയിലായിരുന്നു നിന്റെ സ്നേഹം, ഭാവചാപല്യം. അല്ല, ഞാൻ അവളെ സ്നേഹിച്ചത് വൈകിപ്പോയി, എങ്കിലും ഉത്കടമായി, നിസ്സഹായമായി. വൈകി വരുന്ന സ്നേഹം, വൈകിയെത്തുന്ന വിരുന്നുകാരനെ പോലെ. ശരിയാണ്, അവൾ എന്നെ അഗാധമായി സ്നേഹിച്ചിരുന്ന കഥ ഞാൻ അറിഞ്ഞില്ല. ആ സ്നേഹം നിശബ്ദമായി, നിത്യഭാസുരമായി മുന്നിലുണ്ടായിരുന്നപ്പോൾ ഞാൻ കാതും കണ്ണും മൂടി മാന്യത ഭാവിച്ച് ഞെളിഞ്ഞിരുന്നു. ഒടുവിൽ വൈകിപ്പോയി. അന്ധനേത്രങ്ങൾക്ക് മുമ്പിൽ ആ ദൈന്യഭാവം, വന്ധ്യം. മറ്റൊരാളിൻ്റെ കൈപിടിച്ച് എൻ്റെ ചക്രവാളത്തിൽ നിന്നും മാഞ്ഞു പോകും മുമ്പ് ആ സന്ധ്യയിൽ എൻ്റെ വീട്ടുമുറ്റത്തെ മണൽപ്പുറത്ത് വെച്ച് എരിഞ്ഞടങ്ങുന്ന ചിത പോലുള്ള കണ്ണുകളോടെ അവൾ അടക്കിയ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു. ഈ വിവരണം നടക്കുമ്പോൾ നേരിയ വെളിച്ചം മാത്രമുള്ള ഉപരിതലത്തിൽ നടി, ഇപ്പോൾ സുമതി, കടന്നുവന്ന് നിൽക്കുന്നു. നടന്റെ ഉപാഖ്യാനം ഇത്രയും എത്തുമ്പോൾ അവൾ വിരൽ ചൂണ്ടി. നടി: നിങ്ങൾ അന്ധനാണ്, ശപ്പൻ. അന്ധനായി തന്നെ ജീവിച്ചുകൊള്ളൂ. സുമതി: ഞാൻ? വേണ്ട, നാടകത്തിലെ ശോകരംഗം അഭിനയിക്കുകയല്ല ഞാൻ. എന്റെ ദുഃഖം ഇന്നലെയായിരുന്നു, ഇന്ന് നിസ്തോഭമാണ്, ശാന്തം. ഇത്രയും പറഞ്ഞിട്ട് പോകാൻ വന്നു, പോവുകയാണ്. പക്ഷേ ഒരിക്കൽ ഞാൻ അനുഭവിച്ചതിൻ്റെ 10 ഇരട്ടി നിങ്ങൾ അനുഭവിക്കും. ഞാൻ വിജയിക്കും. പാവം. അവൾ പോകുന്നു. ഇത് ദശരഥന്റെ മേൽ വീണ മുനിശാപമോ? ഇന്ന് നീ ആ ചക്രവർത്തിയുടെ പുത്രദുഃഖം പോലെ. നടൻ: അതെ, ആ ശാപം അതെന്നെ പിന്തുടരുന്നു. നാടക സംഘത്തിൽ ചേർന്നിട്ടും ഇന്നും പിന്തുടരുന്നു, പുതിയ രൂപത്തിൽ. അല്ലേ? അവൾ വിജയിച്ചു. ഇപ്പോൾ ഈ വിധം. ഒരർത്ഥത്തിൽ ക്രൂരമായ വിജയം. അതിനുവേണ്ടി അവൾ കൊടുത്ത വില. അതെ, നീ ആ മറ്റേ ജീവിയെക്കുറിച്ച് ഓർക്കുന്നില്ലേ? മറ്റേ ജീവി? ആര്? അവളെ കല്യാണം കഴിക്കാൻ തുനിഞ്ഞ ജീവിയെ, മനസ്സിൽ കരിന്തിരിയുമായി കടന്നു വന്നവളെ അയാൾ എങ്ങനെ സ്വീകരിച്ചിരിക്കും? ഒരു കാമിയും അത് ഓർക്കാറില്ല. ഈ വർഗത്തെ പോലെ ഇത്രയും സ്വാർത്ഥർ. അയാളും എന്നെപ്പോലെ ഒരു ഇല്ലം ചുട്ടുകരിച്ചവരായിക്കൂടെ? നീ പിന്നെ അവളെ കണ്ടില്ലേ? ഒരിക്കൽ മാത്രം. അന്ന് ഞാൻ ആ നാട്ടിൽ ചെന്നതാണ്. അവൾ ഇപ്പോൾ കഴിയുന്ന നാട്ടിൽ നാടകസംഘത്തോടൊത്ത്. അവളെ ഒന്ന് കാണുവാൻ. എനിക്ക് ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പോയി. ഒരു സമ്മാനവും. ഹാ, ടിപ്പിക്കൽ കഥാനായകൻ. അതവൾക്ക് കൊടുത്തിട്ട് നീ ഒരു പാട്ടും പാടി തിരിച്ചു പോന്നു, പരിചിത സിനിമാ നായകനെ പോലെ. മുഴുവൻ അറിയും മുമ്പ് പരിഹസിക്കാതെ. അവളൊരമ്മയായിരിക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാതെ. ഞാൻ എന്തൊക്കെയോ വാങ്ങി. ഞാൻ ചെന്നു, കണ്ടു, സമ്മാനം നീട്ടിയിട്ട് പറഞ്ഞു, അത് നിന്റെ കുട്ടിക്ക്. മറുപടി ഒരു കരച്ചിലായിരുന്നു. അവൾ അകത്തേക്ക് ഓടി. സമ്മാനം അവിടെ ഇട്ടിട്ട് ഞാൻ പുറത്തേക്കും. അതാണ് എൻ്റെ ഒടുവിലത്തെ. കഴിഞ്ഞു എല്ലാം. അവളും എൻ്റെ കാഴ്ചയും എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ആ അന്യനെ വീണ്ടും നീ മറന്നു. അവളുടെ ഭർത്താവ്. മിത്രം: വരൂ എന്നോടൊത്ത് വിദൂരസ്ഥമായ ആ പട്ടണത്തിൽ, ഇടത്തരക്കാർ തിങ്ങിപ്പാർക്കുന്ന തെരുവിലേക്ക്, അവിടെ ഒരു വീട്ടിറയത്തേക്ക്. വിനാഴികകളുടെ ചിറകുകൾ വിരിച്ച് കാതങ്ങൾ അകലേക്ക് നീന്തി മറയുന്നു. നടൻ ഭർത്താവായി. സുമതി. നടി പോകാൻ തുനിയുന്നു. നിൽക്കൂ, അങ്ങനെ എന്നെ നിസ്സാരനാക്കി മടങ്ങാതെ. ആരെ നിസ്സാരമാക്കുന്നു? നീ, നിന്റെ ഭർത്താവായ എന്നെ. ഭർത്താവ്? എന്റെയും നിന്റെയും ഭാഗ്യദോഷം. അതെ, കോടാനുകോടി ഓടങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെ ഒഴുകിപ്പോകുന്നവരാണ് നമ്മൾ. ഈ ലോകം മുഴുവൻ അത്തരക്കാർ. പുറത്തുനിന്ന് കാഴ്ച കാണുകയായിരുന്നു ഭേദം. പിന്നെ എന്തിനെന്നെ വലച്ചു? എല്ലാം ഞാൻ പറഞ്ഞതാണ്. ആവർത്തനം കൊണ്ട് എന്തു ഫലം? 101 ആവർത്തിച്ചാലും കള്ളം തന്നെ. എൻ്റെ വിധി, ഫലശൂന്യമായ ഊശരമായ എൻ്റെ ജീവിതം. ഞാൻ എന്തിനിതും പേറി കഴിയണം? നിന്റെ ശിക്ഷ പൂർത്തിയാക്കാൻ, ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന നീതിപാഠം തെളിയിക്കുവാൻ. ജയിച്ചെന്നു പറഞ്ഞ് അഹംഭാവിക്കുകയായിരുന്നു. അല്ലേ? ജയിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഓരോ തേങ്ങലും
ഓരോ തുള്ളി കണ്ണീരും എന്നെ ആനന്ദിപ്പിക്കുന്നു. ക്രൂരൻ. നടൻ പൊട്ടിച്ചിരിക്കുന്നു. ഇല്ല, ഇത് ഇനിയില്ല. നിഷ്ഫലമായ എൻ്റെ ജീവന്റെ വില കൊടുത്ത് ഞാൻ ഇതിനെ തോൽപ്പിക്കും. കണ്ടോളൂ, സന്തോഷിച്ചുകൊള്ളൂ. പെട്ടെന്ന് തിരഞ്ഞ് അകത്തേക്ക് മറയുന്നു. നടൻ ആ വഴിക്ക് നോക്കി നിൽക്കുന്നു. അവൾ മറയുമ്പോൾ സ്വത്വം സ്വീകരിച്ച് ഉറക്കെ നടൻ, ഇല്ല, ഇത് സംഭവിക്കാവുന്നതല്ല. ഇതൊന്നുമല്ല ആ മരണകാരണം. എന്തുകൊണ്ട്? മിത്രം പ്രത്യക്ഷനായി ചോദിക്കുന്നു. ഇതെല്ലാം ഏതോ റൊമാൻറ്റിക് പ്രേമകഥ. ഞങ്ങൾ വാഗ്ദാനങ്ങൾ കൈമാറിയിട്ടില്ല. നെടുവീർപ്പും കണ്ണീരുമായി ജീവിതം ഹോമിച്ചില്ല. പക്ഷേ ആ സ്നേഹം മറഞ്ഞുമില്ല. മനുഷ്യരല്ലേ? പക്ഷേ ഞാൻ ആ ശരീരം ഒന്ന് സ്പർശിച്ച് കളങ്കപ്പെടുത്തിയിട്ട് പോലുമില്ല. മിത്രം ഉറക്ക പൊട്ടിച്ചിരിക്കുന്നു. എന്താ ചിരിക്കുന്നത്? വാക്കുകളുടെ മൂടുപടം പൊളിച്ച സത്യം തിരനോട്ടം നടത്തുന്നത് കണ്ട് ചിരിച്ചു പോയതാണ്. മനസ്സിലായില്ല. ശരീരത്തിലൊന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. അതിലെന്താ അപഹാസം? കണ്ടുമുട്ടിയപ്പോഴെല്ലാം നിങ്ങൾ അന്യോന്യം സ്തുതിച്ചിരിക്കാം. പറയേണ്ടത് പറയാതെ വലം വെച്ച് ചുറ്റിത്തിരിഞ്ഞിരിക്കാം. പ്രപഞ്ചത്തെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് നിങ്ങൾക്കിടയ്ക്ക് മുച്ചാൺ നീളത്തിൽ ഒതുക്കിയിരിക്കാം. പുതുപ്പണക്കാരന്റെ മടിശീലയിൽ നിന്ന് എന്ന പോലെ നിർലോഭം കിലുങ്ങുന്ന മിനുങ്ങുന്ന മധുരപദങ്ങൾ പൊഴിച്ചിരിക്കാം. ഭോഷ്ക്. അല്ലെങ്കിൽ മൗനമുദ്രിതമായ ചുണ്ടുകളോടെ പരസ്പരം നോക്കി നോക്കി നിൽക്കാം. കണ്ണു ചിമ്മാതെ, ഇമ ചലിപ്പിക്കാതെ. നിമിഷങ്ങൾ പഴമ്പൂക്കൾ പോലെ ചുറ്റും പൊഴിഞ്ഞുകൊണ്ടിരുന്നു. അതാണ് സത്യം. അവൾ പലതും പറഞ്ഞിരുന്നു, വാചാലമായ ആ കണ്ണുകൾ കൊണ്ട്. പക്ഷേ ഇങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്തിന് നേരെ കണ്ണുകളിലേക്ക്. എന്നിട്ട് നമ്മുടെ ചിരകാല സൗഹൃദത്തിന്റെ ഏടുകളെല്ലാം സ്മരിച്ചുകൊണ്ട് ഉത്തരം പറയൂ. എന്തു പറയാൻ? സത്യം. ഞാനത് പറഞ്ഞില്ലേ? സത്യത്തിന്റെ മാപ്പുസാക്ഷികളായ വീൺവാക്കുകളല്ല, സത്യം. ഞാൻ അവളെ സ്നേഹിച്ചു, ആരാധിച്ചു, പൂജിച്ചു. എല്ലാം മൗനമായി, അകന്നു നിന്ന്. സ്നേഹത്തിൻ്റെതെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആരാധനയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ അവളെ നോക്കി. അപ്പോഴൊക്കെ നടി മുകളിലത്തെ തലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നടൻ അകന്നുമാറി അവളെ ആരാധനാരൂപത്തിൽ നോക്കുന്നു. മിത്രം, അപ്പോഴൊക്കെ അവളെ കടന്നുപിടിച്ച് ബലാത്കാരം ചെയ്യണമെന്ന് നീ വിചാരിച്ചിരുന്നു. അബദ്ധം. അവളും അത് പ്രതീക്ഷിച്ചിരിക്കണം അല്ലേ സുമതി? അവളെ നോക്കി. അവൾ മിത്രത്തെ നോക്കി മധുരമായി ചിരിക്കുന്നു. നടൻ കൂടുതൽ വിക്ഷുബ്ധൻ. കൊതിയൂറുന്ന കണ്ണുകളോടെ, നീട്ടിപ്പിടിച്ച കൈകളോടെ അവളുടെ അടുത്തേക്ക് കാമപരവശനായി നടന്നുകൊണ്ട്. ആ മാംസത്തിന്റെ ചൂടും മാധുര്യവും നടൻ, ആ സ്നേഹത്തിന്റെ പവിത്രത. മിത്രം അടുത്തുകൊണ്ട് മതിപ്പിക്കുന്ന ആ അധരം നുകരുവാൻ. നടൻ, സുമതി, നിന്നെ ഞാൻ പൂജിക്കുന്നു. നീ എന്റെ ദേവതയാണ്, ദേവത. നിന്റെ തുടിക്കുന്ന ശരീരം, ഈ കൈകൾക്കകത്ത് അതിനെ ഒതുക്കിപ്പിടിച്ച് ഹായ്. അനാദികാലം മുതൽ മാംസം മാംസത്തെ തേടുന്നു, പരസ്പരം ലയിക്കുന്നു, ആനന്ദം പകരുന്നു. വരൂ, ഈ കൈകളിലേക്ക് വരൂ. വന്നില്ലെങ്കിൽ. അവൾ പുഞ്ചിരിപ്പൊഴിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു. നടന്റെയും മിത്രത്തിന്റെയും ഭാഷണം അവർ പരസ്പരം കേൾക്കുന്നില്ല. രണ്ടുപേരും പറയുകയാണ്. താന്താങ്ങൾ പറഞ്ഞു വന്നതിന്റെ തുടർച്ച. നടന് കോപം കൂടിക്കൂടി വരുന്നു. ഇല്ലെങ്കിൽ എന്റെ ദാഹം ശമിപ്പിക്കാൻ ഞാൻ, അതെ, അത് ശമിക്കണം. എന്റെ ദാഹം ആത്മാവിന്റെയല്ല. വരൂ വരൂ. സുമതിയെ കടന്നു പിടിക്കുന്നു. അവൾ കുതറുന്നു, കീഴടങ്ങുന്നു, തളർന്നു ചായുന്നു. മിത്രം അവളെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നടന് അത്യധികമായ കോപം. അവളെ വിടൂ, തുടരുത്. കെട്ടുമായി മിത്രം പൂജാവിഗ്രഹം മൺപ്രതിമ എന്തായാലും എന്റേത് മാത്രം. അത് അവഗണിച്ച് നടിയോട് മിത്രം പുരുഷൻ പ്രകൃതിയോട് രാത്രിയിൽ അങ്ങനെ ഈ ബ്രഹ്മാണ്ടം രചിക്കപ്പെടുന്നു. ആദ്യന്ത യോഗം. സ്ത്രീയെ വരൂ, എന്നിലേക്ക് അഴിഞ്ഞുണ്ടെങ്കിൽ വിളക്കണയ്ക്കാം. പൗരുഷത്തിനർത്ഥവും നിന്റെ സ്ത്രീത്വത്തിന് പുഷ്പകാലവും കണ്ണിൽ കുത്തുന്നുകൊണ്ട് മറയാൻ ശ്രമിക്കുന്നു. എന്റെ കയ്യിൽ കിട്ടിയ വസ്തു വെച്ച് ആഞ്ഞെറിയുന്നു. ക്ഷണം അത് സംഭവിച്ചു കെട്ട് രംഗമാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദീനപ്രലപനം കാണുന്നില്ലേ? നടനിൽ നിന്നും മിത്രത്തിന്റെ ഒരു ചെറിയ പൊട്ടിച്ചിരി. പനിയുള്ളത് കൊണ്ടായിരിക്കും, തലയ്ക്ക് മുറിവ് പറ്റിയതുകൊണ്ട്. അതൊന്നുമല്ല, എന്റെ കണ്ണുകൾ. ഡോക്ടർ പറഞ്ഞതാണ്, ലോകം എന്റെ മുന്നിൽ നിന്നും അകന്നുപോയി മറയും. പതുങ്ങി നിൽക്കുന്ന കള്ളനെ പോലെ ഇരുട്ട് കുതിച്ചെത്തും. ഇരുട്ട് അതിന്റെ കടലിരമ്പുന്ന ശബ്ദം മാത്രം. കടന്നാലോചിക്കാതിരിക്കെ. നല്ല ഉപദേശം. നീയാണിതിന് കാരണക്കാരൻ. ഈ അന്ധതയ്ക്കോ? അല്ല, ആന്ധ്യം മാറ്റുവാനാണ് എന്റെ ശ്രമം. അതല്ല, ഈ കാടുകയറിയ ചിന്ത. നീ എന്തിന് അവളെപ്പറ്റി ചിന്തിച്ചു ഇത്രയും കാലത്തിന് ശേഷം? നീ ചിന്തിച്ചതുകൊണ്ട് തന്നെ. പക്ഷേ അവളുടെ മുഖം,
അത് അവളുടെ മുഖമായിരുന്നില്ല. ആരുടെ? സുമതി. ഞാൻ അവളെപ്പറ്റി ഓർത്തപ്പോഴെല്ലാം എന്താണ് ഞാൻ കണ്ടത്? പിന്നെ മറ്റവൾ, എന്നോടൊത്തുണ്ടായിരുന്ന, എൻ്റെ നായികയായിരുന്ന, ഇല്ല, എത്ര ശ്രമിച്ചിട്ടും ഒരു കാലത്ത് എന്നെ വിഭ്രമിപ്പിച്ചിരുന്ന ആ മുഖം കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ചോദ്യം എന്നോടോ? അവൾ നിനക്കാരായിരുന്നു? സഹനടി. മറ്റൊന്നും ആയിരുന്നില്ലേ? എങ്കിൽ കൂടെ അഭിനയിച്ച മറ്റ് സ്ത്രീകൾ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് നീ അവളോട് ചോദിച്ചോ? എന്തിന്? അനുവാദമില്ലാതെ തന്നെ അവൾ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ? എന്റെ ഹൃദയത്തിലേക്കോ? ഇല്ല. ശരി, വന്നുകൊണ്ടേയിരിക്കുന്നു. നാടക സംഘത്തിൽ നിന്നും നീ പിരിഞ്ഞപ്പോൾ ആ രാത്രി നീ എല്ലാ പേരോടും യാത്ര പറഞ്ഞ ഘട്ടത്തിൽ അപ്പോഴെന്ത്? ഒന്നുമില്ലേ? അവൾ നിന്നെ കണ്ടു. അപ്പോൾ അവൾ നടിയായിരുന്നില്ല. മുഖത്ത് ചായം മുഴുവൻ അഴിച്ചു കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും അവൾ മനസ്സിലെ എല്ലാ കൃത്രിമത്വവും മാറ്റിക്കഴിഞ്ഞിരുന്നു. നടി ഒരു ചെറിയ കണ്ണാടിയിൽ നോക്കി മുഖത്തെ മേക്കപ്പ് മാറ്റുന്ന ശ്രമത്തിൽ വ്യാപൃതയായിരിക്കുന്നു. നടൻ മെല്ലെ അവളെ സമീപിക്കുന്നു. ഞാൻ യാത്ര പറയാനാണ് വന്നത്. ഇനി എനിക്ക് രൂപമില്ല. കണ്ണുകൾ? അസഹ്യമായ വേദന. അയ്യോ, അത് മാറില്ലേ? മാറും. പ്രത്യാശയ്ക്ക് ഇടമുണ്ട്. മാറ്റാമെന്ന് ഡോക്ടർ പറയുന്നു. എങ്കിൽ തിരിച്ചു വരും ഇല്ലേ? ആ, കണ്ടറിയണം. എങ്കിൽ ഞാനും പിരിയുന്നു. നീയും? അതെ, അങ്ങുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞു. ഒരേ ഒരു സാന്നിധ്യത്തിനു വേണ്ടി മാത്രം. ആ ശൂന്യത എനിക്ക് സഹിക്കാൻ വയ്യ. പാടില്ല. ഇവിടെ നിൽക്കൂ. എന്നെ മറക്കൂ. മറക്കാനോ? ശ്രമിച്ചു നോക്കൂ. ഇല്ല, സാധ്യമല്ല. ഞാൻ നടിക്കുന്നവളാവാം. മണിക്കണക്കിന് പ്രേമവും കോപവും കാട്ടുകയും കൊടുക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥ. പക്ഷേ ഞാൻ സ്ത്രീയാണ്. സ്നേഹത്തിന്റെ ഊഷ്മാവ് അനുഭവിച്ച സ്ത്രീ. എനിക്ക് മറക്കാൻ കഴിയുമോ? പറയൂ. മറന്നില്ലെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകൂ. ഞാൻ വരാം. ഏതു രീതിയിലും കൂടെ നടക്കാം. ഇത് നാടകമല്ല, ജീവിതമാണ്. കോരിത്തരിപ്പിക്കുന്ന വാക്കുകൾക്ക് വലിയ സ്ഥാനമില്ല. ഇങ്ങനെ യാത്ര പറയാനാണോ നാം തമ്മിൽ? ഒരു കുരുടന്റെ കൈപിടിച്ച് നടക്കേണ്ടി വരും. എന്തിനിതൊക്കെ പറയുന്നു? ആ കണ്ണുകൾക്ക് നക്ഷത്ര ദീപ്തി വരും. നമ്മുടെ ദാമ്പത്യം പോലൊരു സ്വപ്നം. അതും അല്ല, അത് സ്വപ്നമായാൽ പോരാ. പാടില്ല. അങ്ങനെ ഞാൻ വിടില്ല. എൻ്റെ ജീവിതം ഞാൻ ആ കാൽക്കൽ അർപ്പിച്ചു. അത് ചവിട്ടി അരച്ച് പോവുകയോ? ഭാരങ്ങൾ ഒഴിഞ്ഞ ഒരു സഞ്ചാരമാണ് ആവശ്യം. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായി. ഇനി അത് സ്വപ്നം കാണണ്ട. ഞാൻ പോകും. എനിക്കു മറ്റു വഴിയില്ല. ആ വഴി ഞാനും വരാം. എൻ്റെ സുരക്ഷിതത്വമെല്ലാം ഞാൻ വലിച്ചെറിയാം. വേണ്ട. ഏകനായി ഞാൻ വന്നു, ഏകനായി ഞാൻ പോകുന്നു. അല്ല, അങ്ങനെ പോകാൻ സാധ്യമല്ല. എൻ്റെ മനസ്സുഖം കൂടി കവർന്നുകൊണ്ട് പോകുന്നു. അത് തിരിച്ചെടുത്തുകൊള്ളാനാണ് ഞാൻ യാചിക്കുന്നത്. അർജുനശരമല്ലിത്. പ്രതിസംഹാര മന്ത്രം എനിക്കറിഞ്ഞുകൂടാ. മറക്കൂ. ഒരു ക്ഷണിക സ്വപ്നം പോലെ മറക്കൂ. നടന്നകലുന്നു താഴത്തെ തലത്തിലേക്ക്. നടി ഉറക്കെ, ക്രോധം, വേദന ഇവയോടെ. അങ്ങനെ സ്വയം ശാന്തനാകാൻ ശ്രമിക്കുകയാണോ? ഇല്ല. ഞാൻ ആ ശാന്തി നശിപ്പിക്കും. എന്റെ സ്നേഹത്തെ വെറുമൊരു കാട്ടുപൂവ് പോലെ വലിച്ചെറിയാമെന്നോ? ഞാൻ കൂടെയുണ്ട്. എന്നെക്കുറിച്ചുള്ള ചിന്തയാൽ ആ മനം തപിക്കട്ടെ. കേൾക്കൂ, ഇത് വ്രണിതയായ സ്ത്രീയുടെ ശാപമാണ്. മറയുന്നു നടൻ. ശാപം. ശാപങ്ങളുടെ ചങ്ങല കണ്ണികൾ. മിത്രം, ആ കണ്ണികളുടെ തുടക്കം ഓർക്കുന്നുണ്ടോ? തുടക്കം മറന്നുവോ അത്? അതോ എന്നെ പറഞ്ഞു പറ്റിക്കാമെന്ന് വ്യാമോഹമോ? തുടക്കം എവിടെയാണത്? നീ നടനായി കഴിഞ്ഞ ശേഷം നിന്നിൽ വിമോഹിതയായ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്. അന്ന് ഞാൻ പലതും അഭിലഷിച്ചു. എൻ്റെ അഭിനയം കൊണ്ട്. അതിൻ്റെ ഹരിശ്രീ പിടിച്ചെഴുതിച്ചയാൾ. ഓർമ്മിപ്പിക്കാതെ അത്. ശാപങ്ങളുടെ ചെങ്ങലക്കണ്ണികൾ. അതിൻ്റെ ആരംഭം എവിടെ നിന്ന്? ചട്ടവാറുകൊണ്ടുള്ള അടിയേറ്റതുപോലെ അകന്നു മാറി. ഇല്ല, അത് പാപമായിരുന്നില്ല. അയാൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിറഞ്ഞ സദസ്സുകളിൽ വെച്ച് പരിഹസിച്ചത്. ഓരോ കളിയും കഴിയുമ്പോൾ പരസ്യമായി നിന്ദിച്ചത്. ഒടുവിൽ നാടക മാനേജരെ വിശ്വസിപ്പിച്ച് ആ മനുഷ്യനെ, നിന്റെ ഉയർച്ചയ്ക്ക് സർവാധാരമായ മനുഷ്യനെ. നിർത്തൂ. ഇല്ല,
നിരാധാരനായി, നിന്ദിതനായി ഒഴിഞ്ഞ തിയേറ്ററിൽ പിരിച്ചുവിട്ട് നോട്ടീസും കയ്യിലേന്തി എന്നെ കൊല്ലാതെ വിടൂ. ആ പഴയ നടനായി തീർന്ന് മിത്രം അഭിനയിക്കുന്നു. എന്തിന്? എന്നെ നീയാണ് കൊന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇല്ലേ? സത്യമായിട്ടും ഇല്ലേ? മുഖത്ത് നോക്കി പറയൂ, ഇല്ലേ? എന്താണ്? ഇതാ ഈ കടലാസ് എന്നെ പിരിച്ചുവിട്ടു എന്നേക്കുമായി. പലരും വരും പോകും, അത് കാലവിശേഷം. എങ്കിലെന്ത്? നീയാണിതിന് കാരണം. എനിക്ക് അഭിനയിക്കാൻ വശമില്ല അല്ലേ? ആദ്യ പാഠങ്ങൾ ചൊല്ലിത്തന്ന ഞാൻ, നിനക്ക് ധൈര്യം, ആത്മവിശ്വാസം എല്ലാം തന്ന പാമ്പിനെ പോലെ നീ തിരിച്ചു കടിച്ചു. കൊഴിയേണ്ടത് കൊഴിയും, കൊഴിഞ്ഞോട്ടെ, പക്ഷേ അടിച്ചു കൊഴിക്കരുത്. അന്നമിട്ട കയ്യിൽ കൊത്തുന്ന ഈ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നു. നിനക്കുയരുവാൻ ഞാൻ മാറണം, ഇല്ലേ? അതിനു വേണ്ടി മാത്രം. ഈ പിച്ച് കേൾക്കാൻ എനിക്ക് സമയമില്ല. വേഷമിടാറായി. വേഷമിട്, ആടി തകർക്ക് നിന്റെ സർപ്പനൃത്തം. എനിക്കിനി അരങ്ങില്ല, വേഷമില്ല. തകർന്ന ആരോഗ്യം, ശൂന്യരാത്രികൾ, ഒഴിഞ്ഞ വയറ്. ഞാനല്ല അതിന് കാരണം, നീ തന്നെ, നീ മാത്രം. സഹായം വേണ്ടിയിരുന്നപ്പോൾ എന്റെ നിഴലായി നടന്നവൻ. പഴങ്കഥ. അതെ, ശരിയാണ്, വഞ്ചനയുടെ പഴയ കഥ. അനേക കൊല്ലം പരിചയിച്ച പഴകിയ ഈ അരങ്ങ്, തിരശീല, ചായത്തിന്റെ ഗന്ധം, എല്ലാറ്റിനോടും വിട. ഇത്രയും നീ ഓർക്ക്. പാപം, മരുഭൂമിയിലെ പുഴയല്ല പാപം. നീ പോകുന്നത് കാണാൻ, ആ ദൈന്യതയ്ക്ക് സാക്ഷി നിൽക്കാൻ ഞാൻ ഉണ്ടാവുകയുമില്ല. പക്ഷേ അന്ന്, വർഷങ്ങൾക്ക് ശേഷം, ശൂന്യമായ ഈ അരങ്ങിൽ ഇതിനേക്കാൾ ദൈന്യതയിൽ നിന്ന് നീ എന്നെ ഓർക്കും. നിന്റെ നെഞ്ചിലെ കനൽക്കട്ടയായി ഞാൻ തിരിച്ചു വരും. തിടുക്കത്തിൽ മറയുന്നു നടൻ. ഒരു നിമിഷം പകച്ചു നിൽക്കുന്നു സ്വയം. ഞാൻ എന്തിനിത് ചെയ്തു? തിടുക്കത്തിൽ മിത്രമായി തന്നെ കടന്നു വന്ന് മിത്രം, നിന്റെ ആഗ്രഹങ്ങൾക്ക് കീഴടങ്ങി, ആശ തെളിച്ച വഴിയെ പോയി. കാൽച്ചുവട്ടിൽ എന്തരഞ്ഞു നശിക്കുന്നുവെന്ന് നോക്കിയില്ല. പൂവും പൊന്നും കല്ലും മുള്ളും ചവിട്ട് മെതിച്ചു പോയി. പൂവും പൊന്നും കല്ലും, അതെ, അതൊന്നും കൂടാതെ കഴിക്കാമായിരുന്നു. ഈ കല്ലിലും മുള്ളിലും ഒന്നും ചവിട്ടാതെ. ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മകൾ എന്നെ നടുക്കുന്നു. പ്രതീക്ഷകൾ എന്നെ ഉലച്ചുകൊണ്ട് ഉൽക്കകൾ പോലെ എരിഞ്ഞു പോകുന്നു, മറയുന്നു. പ്രകമ്പിതനായി ഞാൻ മാത്രം ബാക്കി നിൽക്കുന്നു. മിത്രം. ഇതൊക്കെ മറയത്ത് തള്ളി ഒരു തൊഴിലും ജീവിതവും സുരക്ഷിതത്വവും. നടൻ. ഓർക്കുന്നു, ഒരു കുടുംബവും. മിത്രം വൃദ്ധനായി നിന്നുകൊണ്ട് വേഷം മാറിക്കൊണ്ട് നടനോട്, നിന്നെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. അമ്മാവൻ ഇപ്പോൾ വിശേഷിച്ച്? വളരെ തേടി. നീ അങ്ങോട്ടൊക്കെ വരാറുണ്ടോ? നിന്റെ അമ്മ മരിച്ചതിൽ പിന്നെ എനിക്ക് ആരുണ്ട്? സ്വന്തവും ബന്ധവും നീ നോക്കില്ല. ഇന്നു മാത്രമല്ല അത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കരുതാൻ പറ്റുമോ? ഈ സ്നേഹം ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും ഉണ്ടപ്പനെ. നീ കണ്ടില്ല. പോട്ടെ. എങ്കിലും നിന്നെ തേടി അലഞ്ഞ് ഞാൻ ഇവിടെ എത്തിയോ? എന്തു പാടുപെട്ടു. മൂടില്ലാത്ത ആളി പോലെ ഇന്ന് നീ ഇവിടെയെങ്കിൽ നാളെ പാതാളത്ത്. പിന്നെ എങ്ങനെ പറ്റും? ഇപ്പോൾ വന്ന കാര്യം പറഞ്ഞാൽ അതിനല്ലയോ ഞാനിപ്പം വന്നത്. ആട്ടെ, ഒരു ചോദ്യം. ഈ തൊഴിലിൽ നീ എത്ര സമ്പാദിച്ചു? നീ എന്താ കുഞ്ഞാ ചിരിക്കുന്നത്? ഞാൻ സമ്പാദിച്ചത് സമ്പാദ്യം അതെത്ര രൂപയാന്നാ എന്റെ ചോദ്യം. പൈസയും രൂപയുമായി അത് പറയാൻ പ്രയാസം. ഞാൻ നേടിയത് പറയാനൊന്നും കാണത്തില്ല. പിന്നെ ഒരു കൂത്താടി നേടിയാലും എന്തു നേടാൻ? എനിക്ക് ഈ നേട്ടം മതി. അത് എളുപ്പം കൊണ്ട് തോന്നുന്നതാ എന്റെ കൊച്ചനെ. ഞാനും പെരയുടെ തൂണുമെന്ന് ഹരഹരാന്ന് കിടക്കണ കാലം വരും. അന്ന് ഒരെന്തരുത്തനും പൊന്നും പണവും കൊണ്ട് വരൂല്ല നിനക്ക് ചമ്മാളിക്കാൻ. അതൊക്കെ ഞാൻ സഹിച്ചു. ഇതെന്റെ കല, ഞാൻ ധ്യാനിക്കുന്ന എന്റെ കല. ഇതുപേക്ഷിച്ചിട്ട് എനിക്കൊരു ജീവിതമോ വേണ്ട. അതൊക്കെ നിനക്ക് പറയാം, പക്ഷെ ഞങ്ങൾക്കത് പറ്റുമോ? ഞങ്ങൾ നിനക്ക് വേണ്ടെങ്കിലും. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പുച്ഛിച്ച് പുറന്തള്ളിയവരല്ലേ അമ്മാവനും മറ്റും. എൻ്റെ അമ്മയ്ക്ക് നിത്യവേദന മാത്രം നിവേദിക്കുന്നവനാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ആ അമ്മയെ എത്രമാത്രം കരയിച്ചു. ഞാൻ പുകഞ്ഞുപോയി, പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറത്തു തള്ളിയേച്ചാൽ മതി, ഇന്നും എന്നും.
ഞാൻ നിന്നോട് വാതാടാൻ വന്നതല്ല, പറയുന്നത് കേക്ക്. എന്നിട്ട് നീ നിശ്ചയിച്ചോ? പറയണം, പഴംപുരാണം തുടങ്ങിയത് ഞാനല്ല. നീ ഈ തൊഴിൽ മതിയാക്ക്. കണ്ടടം നിരങ്ങുന്ന ഈ ഏർപ്പാട്, കുടുംബക്കാർക്ക് പറ്റാത്ത ഈ കമ്പ കൂത്താടിത്തരം വേണ്ട. അത് നില്ല്, ഞാൻ പറഞ്ഞു തീരട്ടെ. എന്നിട്ട് കല്യാണം കഴിക്ക്. ചിരിക്കാൻ പറഞ്ഞതല്ല, എൻ്റെ മകളെ കെട്ടാൻ ശുപാർശ പറയുകയുമല്ല. നിനക്കിഷ്ടമെങ്കിൽ ഞാൻ തേടാം. നീ സമ്മതിക്കുന്ന കൊച്ചിനെ തന്നെ കെട്ടിക്കാം. ആ കല്യാണം നിനക്കൊരു തൊഴിലും നേടിത്തരും. ഭർത്താവുദ്യോഗം, തോക്കിനകത്ത് കയറി വെടിവെക്കാതെ. അവര് പണം തരും. നിനക്ക് വരുമാനമുള്ള ഒരു തൊഴിലും ചെയ്യാം. ചുരുക്കത്തിൽ നിനക്ക് ജീവിക്കാം. അപ്പോ ഇതുവരെ ഞാൻ ജീവിക്കുകയല്ലായിരുന്നു? ഇതിന്റെ പേരോ ജീവിതം? രാത്രി മുഴുവൻ കൂത്താട്ടം, പകല് മുഴുവൻ അഞ്ചടിച്ച പോലെ കിടപ്പ്. ജീവിതം പോലും. ഇതാണ് എൻ്റെ ജീവിതം. എനിക്ക് ഈ ജീവിതം മതി. മരിക്കുന്നെങ്കിൽ രംഗത്ത് വെച്ച് അഭിനയിച്ച് മരിക്കണം. ഏറ്റവും വലിയ ഒരു മുഹൂർത്തത്തിൽ ഏറ്റവും ഗംഭീരമായി നടിച്ച് അതിൻ്റെ ആനന്ദമൂർച്ചയിൽ കാണികൾ അമർന്നിരിക്കുമ്പോൾ ഒരു നിശ്വാസം പോലും കേട്ടുപോകുന്ന നിശബ്ദതയിൽ തളർന്ന് ജീവനെടുക്കാൻ കഴിഞ്ഞാൽ ഹായ്, ഞാൻ ജീവിച്ചു എന്നർത്ഥം. ഭ്രാന്ത് തന്നെ. അമ്മാവൻ്റെ ജീവിതം എൻ്റെ ദൃഷ്ടിയിൽ ചക്കുകാളയുടെ വിധിയേക്കാൾ കഷ്ടം. എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ശ്രേയസ്സിനുള്ള വഴി ഞാൻ പറഞ്ഞു. അമ്മാവൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിത് മതി. അമ്മാവൻ പോകണം. എൻ്റെ ലോകം ഇതാണ്. ഈ ലോകത്തിൽ എൻ്റെ കാലടിപ്പാടെങ്കിലും പതിപ്പിച്ച് പോകാൻ എനിക്ക് കഴിഞ്ഞാൽ, എൻ്റെ ധ്യാനം, എൻ്റെ നിരന്തര യത്നം, അതിനു മാത്രം. രംഗഭൂമിയിലെ പലകയും തുണിയും പെയിന്റും ദീപരശ്മികളും ഒന്നും ജഡമല്ലെനിക്ക്. അവ സ്പന്ദിക്കുന്നു. അവ എന്നോട് സംസാരിക്കുന്നു. ആ നിർദ്ദേശങ്ങൾ ഞാൻ കേൾക്കുന്നു. പ്രണയിനിയോടെന്ന പോലെ അവയോട് സല്ലപിക്കാൻ എനിക്ക് കഴിയും. അവയുടെ നടുവിൽ ഒരു സാമ്രാജ്യാധിപതിയുടെ ഗർവോടെ ഞാൻ നിൽക്കും. എൻ്റെ പ്രപഞ്ചം, എൻ്റെ സ്വപ്നം, എൻ്റെ കർമ്മരംഗം. ഈ സംഭാഷണത്തിനിടയിൽ മിത്രമായി പ്രവേശിക്കുന്നു. ആ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞ് ധൂസരമായി മുന്നിൽ കിടക്കുന്ന കാഴ്ച, അത് നീ കാണുന്നില്ലേ? ഇന്നത്തെ ഞാൻ, എൻ്റെ പരിണാമം, ആ പ്രണയിനി, ആ സ്വപ്നം, ആ ചിരപരിചിത ലോകത്തിൻ്റെ മതഗന്ധം, അത് ഇന്ന് ഞാൻ ഏകൻ, അശരണൻ, ശൂന്യതയുടെ നടുവിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുടെ മുന്നിൽ. നീയാണോ എന്നെ അവിടെ വലിച്ചെറിഞ്ഞവൻ? ബ്ലോ ബ്ലോ ദോ വിന്റർ വിൻ ദോ ആർട്ട് നോ സോ അൺകൈൻഡ് ആസ് മാൻസ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ കാഴ്ചയും നശിച്ചു. ഞാൻ നിരാധാരനായി. ഞാനുള്ളപ്പോഴോ? ഒരിക്കലുമില്ല. നടൻ നല്ല കാഴ്ചയില്ലാത്തവനെ പോലെ മുന്നോട്ട് നടന്ന്, അതിലൊന്നും കാര്യമില്ല. ഇനി ഞാൻ മാത്രമായി തുഴയാം. തുഴഞ്ഞ് കൈമൈ തളർന്ന് ഇരുട്ടിൻ്റെ കയത്തിലേക്ക് ആഴ്ന്ന് പോകാം. നീ എന്നോടത്ത് വരുന്നില്ലേ? എവിടേക്ക്? ഇന്നുവരെ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. ഇന്നത് വേണ്ടി വന്നു. ഞാൻ അത്ര പരവശനായിരിക്കുന്നു. ഇനി വേണ്ട, എങ്ങോട്ടും വേണ്ട. ഇനി ഞാൻ പോകുന്നിടത്തേക്ക് പോകാൻ ആരുടെയും കൂട്ടുവേണ്ട. അബദ്ധം. യാഥാർത്ഥ്യത്തിൻ്റെ നിഴലുപോലും തീണ്ടാത്ത ഒരിടത്തേക്ക് പോകാം. നിന്നെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയുടെ മുഖഛായകൾ പോലും ഏശാത്ത ഒരിടത്തേക്ക്, ഈ വേദനകളുടെ മറുകരയിലേക്ക് വരുന്നോ? നീ ആര്? മരണമോ? നിന്റെ ശബ്ദം അതിൻ്റേതുപോലെ ഇരിക്കുന്നു. ഇത്ര മധുരിപ്പിക്കുന്ന മരണം നേടാൻ എൻ്റെ അപ്പൻ എന്ത് ചെയ്തു? ഞാൻ ജീവിതത്തിലേക്കാണ് വിളിച്ചത്. അവിടെ ഇങ്ങനെ ഒരിടമോ? വേദനയില്ലാത്ത, മുഖങ്ങൾ ഓർമ്മ വരാത്ത? ഉണ്ട്, വരുന്നോ? ഞാൻ തളർന്നു. അത് മാറും. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞു വരുന്നു. എൻ്റെ കണ്ണില്ലേ? എനിക്ക് വാദിക്കാനുള്ള ബലം പോരാ. എന്നാൽ അനുസരിച്ചുകൂടെ? എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത്? ദൂരെ, ഉയരെ. അവിടെ? നേരത്തെ പറഞ്ഞില്ലേ, അപാരതയുടെ അതിരിൽ, അഗാധ നീലിമയുടെ ചുവട്ടടിയിൽ. അവിടെ നീ പുതിയ കാഴ്ചകൾ കാണും. അത് നിന്നെ അലൗകികമായ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകും. എന്നെ, അന്ധനായ, പരാശ്രിതനായ എന്നെ. അതെ, എനിക്കൊന്നും കാണാൻ വയ്യല്ലോ. കൂടെ ഞാനില്ലേ? അതാണെൻ്റെ ഭയം. വഴിവിട്ടു പോകാൻ നീ സർവജ്ഞൻ.
വഴിവിട്ടു പോയാൽ പുതിയ കാഴ്ചകൾ കാണാം. നയിക്കൂ നിനക്കിഷ്ടമുള്ളിടത്തേക്ക്. എതിർത്തു നിൽക്കുവാൻ കെൽപ്പില്ല എനിക്ക്. അത് ബുദ്ധി. പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് നടനെയും തൻ്റെ കൂടെ പിടിച്ച് തിരിച്ച്, അതാ നീ കാണുന്നില്ലേ? സൈക്ലോരമയിലേക്ക് കൈ ചൂണ്ടുന്നു, പിറകിലെ കർട്ടനിലേക്ക്. അവിടെ പ്രത്യാശയുടെയും പ്രസന്നതയുടെയും ദീപപ്രസരം. എൻ്റെ കണ്ണ് അവ്യക്തമായി എന്തോ ഇല്ല, പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. നിനക്ക് വേണ്ടി എൻ്റെ കണ്ണുകൾ കാണും. എൻ്റെ നാവുകൊണ്ട് അക്കഥ ഞാൻ വിസ്തരിക്കാം. എൻ്റെ ഓമന കുഞ്ഞ്. ഒരു ശിശുവിനോട് മുതിർന്നവൻ കാട്ടുന്ന അനുകമ്പയോടെ ശിരസ് തടവി. എന്താണ് അവിടെ? നിന്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞില്ലേ? വേദനയില്ലാത്ത, ദുരന്തങ്ങളില്ലാത്ത, സുഖത്തിൻ്റെ, ശാന്തിയുടെ, പ്രകാശത്തിൻ്റെ അനന്തമായ ആഴിപ്പരപ്പ്. അതിൻ്റെ തീരങ്ങളിൽ നമുക്ക് പോകാം. അതിലേക്ക് എടുത്തു ചാടാം. നമുക്ക് നമ്മെ തന്നെ മറക്കാം. വരൂ. എങ്ങനെ? എവിടെ? ആ ഉയരത്തിലേക്ക്. ഉയരം? സമുദ്രമെന്നല്ലേ പറഞ്ഞത്? അത്യുന്നതങ്ങളിലോ സമുദ്രം? അത് മാനസ സരസാണ് കുട്ടി. ദേവന്മാർ നീരാടുന്ന മാനസ സരസ്. കൽപ്പവൃക്ഷങ്ങളുടെ പരാഗരേണുക്കൾ വീണ് സുഗന്ധം പൂശിയ ജലാശയം. സ്വർണവർണ്ണമുള്ള അരയന്നങ്ങൾ പാറി നടക്കുന്ന നിന്റെയും എൻ്റെയും മനസ്സിലെ സ്വർലോക സരസ്. നടക്കൂ. പക്ഷേ ഒട്ടേറെ പടവുകൾ കയറണം. ഇടിഞ്ഞു പൊളിഞ്ഞ പടവുകൾ, പായൽ പിടിച്ച് പച്ചനിറം വീണ പടവുകൾ. ചവിട്ടിയാൽ ഇഴുതിപ്പോകും. പടവുകളോ? ഞാനൊന്നും കാണുന്നില്ല. ഞാൻ കാണുന്നു. മുകളിലേക്ക് പോകുമ്പോൾ ഇടുങ്ങി ചെറുതായി വരുന്ന കൽപ്പടവുകൾ. എനിക്ക് ഭയം തോന്നുന്നു. ഞാനില്ലേ? പക്ഷേ സൂക്ഷിക്കണം. സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും മുൾനിറഞ്ഞതുമത്രേ. കേട്ടിട്ടില്ലേ? എന്താ പുഞ്ചിരി? ഞാൻ ഓർക്കുകയായിരുന്നു. ധർമ്മപുത്രർ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ട കഥ. ബന്ധുക്കളെല്ലാം മരിച്ച് വഴിയിൽ വീണു. അത് കണ്ടുകൊണ്ട് അദ്ദേഹം നടന്നു, തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട്. അതുപോലെ ഞാനും നടക്കണം, അല്ലേ? അദ്ദേഹം നടന്നത് സ്വർഗത്തിലേക്കായിരുന്നു. ഈ പടികൾ അത്രയും കയറി. അപ്പോഴാണ് ശാന്തി, സുഖം, സമാധാനം. നയിക്കൂ. എൻ്റെ കൈ പിടിച്ച് നടന്നുകൊള്ളൂ. കുട്ടിക്കാലത്ത് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് നടന്നിട്ടില്ലേ? അതുപോലെ. നടൻ അയാളുടെ കൈകളിൽ പിടിക്കുന്നു. മിത്രത്താൽ നയിക്കപ്പെട്ട് നടൻ രംഗപശ്ചാത്തലത്തിലേക്ക് നടന്നടുക്കുന്നു. ദുഷ്യന്ത സാരഥിയെപ്പോലെ ഞാൻ കാഴ്ചകൾ വർണ്ണിക്കണമോ? പറയൂ സഞ്ജയ, പറയൂ. ഇളം മഞ്ഞ് എൻ്റെ ചുറ്റും തൂവെള്ള നിറത്തിൽ ഒഴുകി നടക്കുന്നത് പോലെ, അവയുടെ പുകക്കിടയിലൂടെ അവ്യക്തമായി ഭൂരേഖകൾ കാണുന്നതുപോലെ, നീർത്തുള്ളിയാൽ നനഞ്ഞ ഉരുൾചുറ്റോടുകൂടിയ താങ്കളുടെ രഥം, ആരപ്പഴുതിലൂടെ പറന്നു നടക്കുന്ന ചാതകങ്ങൾ, വേഴാമ്പൽ. രഥം, ചാതകങ്ങൾ, എന്താണിതൊക്കെ? മാതലി ദുഷ്യന്തനോട് പറഞ്ഞത് ഓർക്കുകയായിരുന്നു. മഹാപ്രസ്ഥാനത്തിൻ്റെ പഥം. മഹാപ്രസ്ഥാനം, സ്വർഗയാനം, മോഹപഥത്തിൽ സ്വപ്നങ്ങളുടെ തീരാത്ത തീർത്ഥാടനം. എനിക്കോ ഇതിനു പ്രാപ്തി? എന്തുകൊണ്ടില്ല? അവിടെ നിർവേദത്തിന് സ്ഥാനമില്ല. മടിച്ചു നിന്നാൽ പതനമാണ് ഫലം. നടക്കൂ. സൂക്ഷിച്ചു കയറേണ്ടവയാണ് ഈ പടവുകൾ. കയറുവാൻ പ്രയാസമാണ്. അങ്ങനെ വന്നാൽ ഭാരങ്ങൾ ഓരോന്നായി വലിച്ചെറിയണം. അതിന് ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇല്ലേ? ഇല്ല. നോക്ക് നിന്റെ കീശയിൽ. ഓ, ഇത് മാല വലിച്ചെടുക്കുന്നു. അതിൻ്റെ ഭാരം. ഇതുമായി പടവുകൾ കയറാൻ സാധ്യമല്ല. ഒരു പാപത്തെ അത് ഓർമ്മിപ്പിക്കുന്നു. നീ ചെയ്തൊരു കൊടും പാപത്തെ. ഇത് വലിച്ചെറിയണമെന്നോ? അല്ലാതെ വിലപിടിപ്പുള്ള ഈ ആഭരണം നിന്റെ ആത്മാവിൻ്റെ വിലയോ? നടി അയാൾക്കടുത്തു പ്രവേശിക്കുന്നു. ഞാൻ കൂടെയുണ്ട്. നീ പറഞ്ഞില്ലേ എനിക്ക് വിട്ടുനിൽക്കാനാവില്ല. ഞാൻ അങ്ങയെ പിന്തുടരും. രൂപത്തെ നിഴൽ പോലെ. പറയൂ, അങ്ങ് ഒറ്റയ്ക്ക് എവിടെയാണ് പോകുന്നത്? ഞാൻ ഒറ്റയ്ക്കല്ല. മിത്രത്തെ നോക്കുന്നു. മിത്രം പുഞ്ചിരിക്കുന്നു. മിത്രം, നടക്കുന്നില്ലേ? ഇപ്പോഴെങ്കിലും എന്നെ അങ്ങ് ഉപേക്ഷിക്കാതിരിക്കൂ. നീ എന്നെ സ്നേഹിക്കുന്നു? ഇനിയും സംശയമോ? എങ്കിൽ ഈ ഭാരം ഇവളെ ഏൽപ്പിക്കൂ. നടനോട് മിത്രം. നടി, എന്താണ് ആലോചിക്കുന്നത്? കൊടുക്കൂ, നടക്കൂ. എന്നെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ. കഷ്ടം, എങ്കിലോ? മിത്രം നടനെ നോക്കി വിപരീതാർത്ഥ ദ്യോതകമായി. രന്തിദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ. എന്താണീ പറയുന്നത്? എന്നാൽ ഈ ഭാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഭാരമോ?
അങ്ങയുടെ ഭാരമെല്ലാം ഈ ചുമലിൽ വെച്ചുകൊള്ളൂ, ഞാൻ താങ്ങാം. ഇതാ ഇതു മാത്രം. മാല എടുത്തു നീട്ടുന്നു. ഇത് ഇത് ഹാ ഹാ, ത്യാഗത്തിന്റെ പുറംപൂച്ച്. ഈ ഒരു ചെറിയ ഭാരം. നടി, ഇതിലൊരു സ്ത്രീയുടെ ആത്മവേദനയില്ലേ? വിശ്വാസത്തെ കുത്തി മുറിവേൽപ്പിച്ച രക്തം. ഇത് വയ്യ, ഞാൻ ഇതെങ്ങനെ വാങ്ങും? മിത്രം പരിഹാസത്തോടെ, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്യും. നടി, എന്തിനു ചിരിക്കുന്നു? എനിക്ക് തരാൻ പാപഭാരമേ ഉള്ളോ? നീ എനിക്ക് വേണ്ടി മരിക്കുകയില്ലേ? ഇതിനേക്കാൾ ഭേദം അതാണ്. പോ എൻ്റെ കൺമുന്നിൽ നിന്ന്, സ്വാർത്ഥമൂർത്തി. നടൻ നടിയോട് ദേഷ്യത്തോടെ പറഞ്ഞു. നടി, ആരെ അങ്ങനെ വിളിക്കുന്നു? സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾ. ഇല്ല, ഈ പാപഭാരം ഞാൻ പേറുകയില്ല. ഇല്ല ഇല്ല. പിന്നിലേക്ക് നടന്നു മറയുന്നു മിത്രം. ഇനിയെങ്കിലും അത് വലിച്ചെറിഞ്ഞുകൂടെ? നടൻ, എന്നാലും തീരാത്ത ഭാരമാണ് അതെനിക്ക്. വലിച്ചെറിയുന്നു. എല്ലാം വലിച്ചെറിയണം. നിന്റെ കുപ്പായങ്ങൾ, മനസ്സിൽ കുത്തി നിറച്ച സ്മൃതിഭാണ്ഡങ്ങൾ. അത് നേട്ടം, ത്യാഗം ആവശ്യപ്പെടുന്നു, കയറ്റവും. എൻ്റെ വേഷങ്ങൾ, ഇത്രനാളും ഞാൻ പോറ്റി സൂക്ഷിച്ച സ്മരണകൾ, അവയുടെ ഭാരം ഭയങ്കരമാണ്. അതൊക്കെ വലിച്ചെറിഞ്ഞാൽ പിന്നെ ഞാൻ, നഗ്നമായ നിന്റെ മനസ്സ്, നഗ്നമായ നിന്റെ ശരീരം. പിന്തിരിയുന്നു. പിന്നെങ്ങനെ? ഇല്ലെങ്കിൽ ഞാനിതാ തിരിഞ്ഞു നടന്നു. നിത്യദുഃഖങ്ങളുടെ ഈ ചെളിക്കുണ്ടിൽ തന്നെ കഴിഞ്ഞുകൊള്ളൂ. തിരിയാൻ ഭാവിക്കുന്നു മിത്രം. പോകരുത്, ഞാൻ തയ്യാറാണ്. എങ്കിൽ മുന്നോട്ട്. അതാ കാണുന്നില്ലേ, ശാശ്വത സുഖത്തിൻ്റെ ശാദ്വല ഭൂമി, നിത്യഹരിതം, അനന്തവിശാലം, നിന്റെ സ്വപ്നങ്ങൾ തളിർക്കുന്ന വിളഭൂമി. അതാണ്. നടക്കൂ, നമുക്കവിടെ എത്താം. സൂക്ഷിച്ച് ചവിട്ടൂ. നാം പടികൾ കയറി തുടങ്ങിയിരിക്കുന്നു. ഞാനൊന്നും കാണുന്നില്ല. വേണമെന്നില്ല, പറയുന്നതനുസരിച്ച് മാത്രം മതി. എൻ്റെ കാലുകൾ ഇടറുന്നു. ഇപ്പോൾ തന്നെ ഇങ്ങനെയായാൽ ഇല്ല, ഞാൻ പിന്തിരിയുകയില്ല. പേരും പിന്നിലെ ഉയർന്ന തലത്തിൽ കയറുന്നു. നടൻ, എനിക്ക് തണുക്കുന്നു. പുതപ്പ് ദൃഢമായി ചുറ്റുന്നു. ഉയരം കൂടുന്തോറും തണുത്ത കാറ്റ് വീശും, മാലിന്യമേശാത്ത കാറ്റ്. ഞാൻ ഒറ്റപ്പെട്ടതുപോലെ ഒരു തോന്നൽ. ഒറ്റപ്പെട്ടോ? എന്തോ എന്നെ കൈവിട്ടതുപോലെ. മനസ്സിൻ്റെ ഒരു ഭാണ്ഡം കൂടി അഴിഞ്ഞു വീണതാവും. താഴത്തെ തലത്തിൽ രംഗപുരോഭാഗത്ത് നടി പ്രവേശിക്കുന്നു. തലമുടി അഴിച്ചിട്ടിരിക്കുന്നു. ദുഃഖദ്യോതകമായ ഭാവം. നടി, നാഥാ. ഏതോ പരിചിത ശബ്ദത്തിൻ്റെ അവ്യക്ത ധ്വനി. മിത്രം, വെറും തോന്നൽ. നടി, എന്നെ കൂടി കൊണ്ടുപോവുകയില്ലേ? രക്ഷിക്കുകയില്ലേ? നടൻ തറപ്പിച്ച് ക്ലേശിച്ച് നോക്കുന്നു. മിത്രം നടനോട്, എന്താ നിന്നത്? എന്താ നോക്കുന്നത്? നടൻ, എൻ്റെ ആത്മാവിനെ കോരിത്തരിപ്പിക്കുന്ന ഒരു ശബ്ദം, കാതരമായ ശബ്ദം. ധർമ്മപുത്രർ ഇതിൽ കൂടുതൽ കാതരമായ ശബ്ദങ്ങൾ കേട്ടു പിന്നിൽ. നടൻ, നടക്കാം. അതാ നമ്മുടെ ലക്ഷ്യം അടുത്താവുകയല്ലേ? മോഹിപ്പിക്കുന്ന പ്രകാശവലയം, അത് വാഗ്ദാനം ചെയ്യുന്ന നിതാന്ത ഭാസുരമായ ഭാവി. നടി, ഞാൻ വിളിക്കുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ? ഞാൻ കേൾക്കുന്നു. വീണ്ടും വീണ്ടും ദുഃഖതപ്തവും അവ്യക്തവുമായ ആ ഇണയുടെ ശബ്ദം. നടൻ കോപത്തോടെ, ഈ ഭാരമൊഴിയാത്ത തകരാറാണിത്. കുപ്പായം ഊരി എറിയണം. നടൻ പുതച്ചിരുന്ന പുതപ്പ് വലിച്ച് താഴേക്കെറിയുന്നു. പുതപ്പ് നടിയുടെ നീട്ടിപ്പിടിച്ച കൈകളിൽ വന്ന് വീഴുന്നു. നടന്റെ കുപ്പായം വലിച്ചു കീറുന്നു. മിത്രം, നീ മുക്തനാകണം. ശീലിച്ചു കഴിഞ്ഞാൽ കുപ്പായങ്ങളല്ലാതാവും. അവ മനുഷ്യന്റെ ഒരു ഭാഗമായി കഴിയും. നടി തൻ്റെ കയ്യിൽ വന്നു വീണ ചകലാസിനെ, പുതപ്പിനെ കണ്ണോടടുക്കി പിടിച്ച് മറയുന്നു. നടൻ, എനിക്ക് കുളിരുന്നു, ഞാൻ മരിക്കും. എന്തൊരു തണുപ്പ്. എന്നെ ആലിംഗനം ചെയ്തുകൊള്ളൂ. മിത്രം പറഞ്ഞു. എൻ്റെ പുതപ്പ് തരൂ. അത് നിന്റെ പുതപ്പല്ല, ഇനി സ്മാരകമാണ്, ജീവിതകഥയാണ്, വിഗ്രഹമാണ്, മതമാണ്. അത് നിനക്കിനി വേണ്ട. മറ്റുള്ളവർ അതുകൊണ്ട് നേടാവുന്നത് നേടട്ടെ. എനിക്ക് തിരിച്ചു പോകാൻ ഇനിയോ? ഇല്ല ധർമ്മജ, നിനക്കിനി മുന്നോട്ട് നടക്കുകയേ ഗതിയുള്ളൂ. ആ ഗതികേടിനെ മഹത്വമെന്ന് അവർ വാഴ്ത്തട്ടെ. നടക്കൂ. എനിക്ക് പേടിയാവുന്നു. എന്തിന്? ശൂന്യത. അത്യുന്നതങ്ങൾ എപ്പോഴും ഏകാന്തമാണ്. മഹത്വം പങ്കുചേർന്ന് അനുഭവിക്കാൻ പറ്റില്ല. മരണം പോലെ ഉന്നത ഗിരിശൃംഗങ്ങളിലെ ദുസ്സഹമായ ഏകാന്തതയാണ് അതിൻ്റെ ഒരേ ഒരു പ്രതിഫലം. നടക്ക്.
നടൻ സ്വരമാറ്റം ശ്രദ്ധിച്ച് തിരിഞ്ഞു നോക്കുന്നു. മുഖഗാംഭീര്യം കണ്ട് നടക്കുന്നു നടൻ. എന്റെ കാലുകളിൽ എന്തോ ഉടക്കുന്നു. ചവിട്ടിപ്പൊട്ടിക്ക് ആ ബന്ധനങ്ങൾ. സ്നേഹത്തിന്റെ വിലങ്ങുകൾ എത്ര ബലപ്പെട്ടവയായാലും ചവിട്ടിയാൽ പൊട്ടും. രണ്ടുപേരും പിന്നരങ്ങിൽ സൈക്ലോരമക്കടുത്ത് എത്തി. ഹായ്, നാം എത്തിച്ചേർന്നിരിക്കുന്നു. മഹാപ്രസ്ഥാനം അവസാനിക്കുന്നു. ലക്ഷ്യമിതാ, നീ ഇത് കാണുന്നില്ലേ? പെട്ടെന്ന് സൈക്ലോരമയിലെ പിന്നരങ്ങിലെ പിൻചിത്രത്തിലെ പ്രകാശം പൊലിഞ്ഞു. അതിന്റെ സ്ഥാനത്ത് അതിദീപ്തമായ നഗ്നമായ വെള്ളി വെളിച്ചം, കണ്ണുകളിൽ തുളച്ചു കയറ്റുന്നത് പോലെ ഉദീപ്തമായ പ്രകാശം. നടൻ പെട്ടെന്ന് തിരിഞ്ഞ്, എനിക്കങ്ങോട്ട് നോക്കാൻ വയ്യ. അയ്യോ, എന്റെ കണ്ണുകൾ! ഞാൻ കണ്ട വർണ്ണഭംഗി എവിടെ? ആ ശാദ്വല ഭൂമി, ഇത് മരുഭൂമി. താഴെയും മോളിലും തീയെരിയുന്ന മണൽക്കാട്. പറയൂ, എന്റെ സ്വപ്നം, എന്റെ ലക്ഷ്യം എവിടെ? മിത്രത്തിന്റെ നേരെ തിരിയുന്നു. മിത്രത്തിന്റെ മുഖത്ത് പ്രാകൃതവും പൈശാചികവുമായ ഭാവം. അത് കണ്ട് ഞെട്ടുന്നു, തളരുന്നു, വീഴാൻ ഭാവിക്കുന്നു. പിതാവേ, ഇത് ഞാൻ പ്രകൃതി. എന്റെ ചുമലിലേക്ക് ചാരിക്കൊള്ളൂ. പിടിച്ച് സ്വശരീരത്തിലേക്ക് ചേർക്കുന്നു മിത്രം. അതിൽ നിന്നും പിടിവിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട്. വേണ്ട, നീ മരണമാണ്. പിടിവിടുവിക്കുന്നു. നടൻ താഴേക്ക് മറയുന്നു. രംഗം മുഴുവൻ ഇരുട്ട്. രംഗത്ത് പ്രകാശം വരുമ്പോൾ ജനറൽ ലൈറ്റിംഗ് സൈക്കിന്റെ പ്രകാശമില്ല. മിത്രം തലത്തിനു മുകളിൽ. നടൻ താഴെ തറയിൽ വീണ് കിടക്കുന്ന സ്ഥിതിയിൽ. അയാൾക്ക് കാഴ്ച നിശേഷം പോയിരിക്കുന്നു. പുറത്തെ തെരുവിൽ മുഖംമൂടി അണിഞ്ഞ രാത്രിഞ്ചരന്മാർ മുറിക്കുള്ളിലേക്ക് കതകിന്റെ നേരെ വന്ന് നോക്കി നിൽക്കുന്നു. എന്റെ കാഴ്ച നശിച്ചു, പരിപൂർണമായി. ഇനി എണീക്കൂ മിത്രമേ. നീയോ എന്റെ നാശത്തിന് മുഴുവൻ കാരണക്കാരൻ. വേണ്ട, ഇനി വേണ്ട. ഇവിടെ നിന്നും ഇറങ്ങ്. വേഗം, ഇതെന്റെ മുറിയാണ്. ഞാനോ നിന്നെ ഈ നിലയിൽ വിട്ടിട്ടോ? അതെ, വേണ്ട. ഇനി ഈ കൂട്ട് വേണ്ട. വേഗം പോകൂ, പോകാൻ. ആലോചിച്ചാണോ ഈ പറയുന്നത്? അതെ, പോകണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. നീ അന്ധനല്ലേ? സാരമില്ല, ഇരുട്ടുണ്ട് കൂട്ട്. നീ പരാശ്രിതനാണ്. ഞാൻ സഹിച്ചു. ഞാൻ പോയാൽ എനിക്ക് സ്വൈരം. ആ ഇരുട്ടിൽ നിൽക്കുന്ന രൂപങ്ങൾ നിന്നെ കൊത്തിക്കൊത്തി വലിക്കും. ഈ നഗരരക്ഷസിന്റെ കിങ്കരന്മാർ, രാത്രിഞ്ചര പരിഷ. രാത്രിഞ്ചരന്മാർ തെരുവിന്റെ നിഴലുകളിലേക്ക് പിന്മാറുന്നു. നടൻ, ഇനിയും എന്നെ ഭയപ്പെടുത്തണ്ട, പ്രലോഭിപ്പിക്കണ്ട. പോ പുറത്ത്. ഇതോർത്ത് നീ ദുഃഖിക്കുമല്ലേ? ഈ ചടങ്ങുവാചകം പറയാതെ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ കോപത്തോടെ കൈ വിരിച്ച് അടുക്കുന്നു. പക്ഷേ അടുത്തെത്തും മുമ്പ് തളർന്നു പോകുന്നു മിത്രം. ശരി, ഇത്രയും നാൾ കൂടെ വസിച്ചു. കുഞ്ഞുനാൾ മുതൽ ഇന്നുവരെ. പഴംപുരാണം വേണ്ട, അശേഷമില്ല. പക്ഷേ നീ വേണ്ട, അതും പറയുന്നില്ല. അടുത്തു ചെന്ന് ഒരു നിമിഷം നടന്റെ കൈ പിടിച്ച് മുഖത്ത് നോക്കി. സുഹൃത്തെ, ആജന്മ ബന്ധോ ഇനി ഒരിക്കലും വേണ്ട. വേണം, ഞാൻ വരും. നീ ഈ തേർത്തട്ടിൽ തളർന്നു കിടക്കുമ്പോൾ, ശത്രുവ്യൂഹത്തിന്റെ ആയുധങ്ങൾ രുധിരവർഷം ചൊരിയാൻ കാത്തു നിൽക്കുമ്പോൾ, നിന്റെ അകക്കണ്ണ് കാണുന്ന അതിരുകളില്ലാത്ത നീണ്ട ക്ഷീരപഥത്തിൽ കൂടി നക്ഷത്ര വെളിച്ചത്തിൽ ഞാൻ നിന്റെ അടുക്കൽ വരും. അതുവരെ വിട. ഇറങ്ങി തെരുവിലേക്ക് പോകുന്നു. നടൻ കൂടുതൽ പരിക്ഷീണനായി രംഗപുരോഭാഗത്തേക്ക്. നടൻ, എനിക്കെന്ത് സംഭവിക്കുന്നു? അന്ധകാരത്തിന്റെ ഇരമ്പലിൽ ഞാൻ ഒന്നും കേൾക്കുന്നില്ല. ഈ കൂരിരുട്ടിൽ ഞാൻ ഒന്നും കാണുന്നുമില്ല. എനിക്കെന്നെ തന്നെ ഒന്ന് കാണുവാൻ കഴിയുമോ? എങ്കിൽ തപ്പിയും തടഞ്ഞും നടന്ന് കണ്ണാടിയിൽ മുട്ടുന്നു. കണ്ണാടി വീണുടയുന്നു. തീർന്നു. പതിക്കുന്നു. പുറത്ത് മിത്രം നടന്ന് വഴിവിളക്കിനടുത്തെത്തി. അതിന്റെ കാലിൽ ഒരു നിമിഷം ചാരി നിന്ന് മിത്രം സദസ്സിനോടായി. പേരറിയാത്ത കിനാവുകളിൽ അതിരില്ലാത്ത മഹാസാമ്രാജ്യത്തിൽ ആയിരമായിരമെന്നയകറ്റിയ ഭാഗ്യം കെട്ട മനസ്സുകളിൽ മൺകുടിലുകളിൽ മുഗ്ധത വീണു മരിച്ച ശവക്കോട്ടകളിൽ പേരറിയാത്ത കിനാവുകളിൽ
അതിരില്ലാത്ത മഹാസാമ്രാജ്യത്തിൽ ആയിരം എന്നെ അകറ്റിയ ഭാഗ്യം കെട്ട മനസ്സുകളിൽ മൺകുടിലുകളിൽ മുഗ്ധത വീണു മരിച്ച ശവക്കോട്ടകളിൽ അലയും ഞാൻ ഇനിയും വരുവാൻ ഇവിടെ വസിപ്പാൻ. അലയും ഞാൻ ഇനിയും വരുവാൻ ഇവിടെ വസിപ്പാൻ. നിന്നുടെ നമ്മുടെ ഈ ഉടജത്തിൽ, നിന്നുടെ നമ്മുടെ ഈ ഉടജത്തിൽ വിട തോഴരേ വിട. നടന്നു മറയുന്നു. ഇതു കാത്തുനിന്നിട്ടെന്ന പോലെ ആഹ്ലാദ നൃത്തത്തോടെ 4 രാത്രിഞ്ചരന്മാരും അകത്തേക്ക് ഇരമ്പിക്കയറുന്നു. 2 പേർ ഒരു കറുത്ത തിരശീല കൊണ്ട് തപ്പി നടക്കുന്ന നടനെ മറയ്ക്കുന്നു. കഥകളി തിരശീല പിടിച്ചവരെ പോലെ നിൽക്കുന്നു. നടൻ അന്ധത മുറ്റിയ മുഖത്തോടെ തിരനോട്ടം കഴിക്കുന്നു. 2 പേർ ഉപരിതലത്തിൽ. അവർ ഫോർ ഹയർ വിൽപ്പനക്ക് എന്നെഴുതിയ ഒരു ബോർഡ് കണ്ണാടിയുടെ ഫ്രെയിമിൽ കെട്ടുന്നു. താണു വന്ദിക്കുന്നു. രംഗസ്ഥിതർ പെട്ടെന്ന് ഫ്രീസ് ചെയ്യുന്നു. മിത്രത്തിന്റെ അന്ത്യവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ അന്ധകാരം. ഭരതവാക്യം സമാപിച്ചു.